ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ പാട്ടിൽ നമ്മൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവലാണ് വായിച്ചു നിർത്തിയത്. അപ്പോൾ വായിച്ചു നിർത്തിയിടുന്ന് നമുക്കിന്ന് വീണ്ടും തുടങ്ങാം. കഥ കേട്ടു തുടങ്ങുന്നവർ തീർച്ചയായും ആ ഭാഗം കേട്ടതിന് ശേഷം ഈ ഭാഗം കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അധിക നേരം നിൽക്കേണ്ടി വന്നില്ല. ഒരു സംഘം പെൺകുട്ടികളുടെ പൊട്ടിച്ചിരി കേട്ടു. മുൻപിൽ തന്നെ വിജയലക്ഷ്മിയുമുണ്ട്. മാഞ്ചുവട്ടിൽ നിന്നും ഞാൻ 3-4 ചുവട് മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ അവൾ എന്നെ കാണും, നിൽക്കും. മറ്റു പെൺകുട്ടികൾ കടന്നുപോയ ശേഷം ദീർഘനേരം സംസാരിക്കും. പക്ഷേ അവൾ നിന്നില്ല. എന്നെ കാണാഞ്ഞിട്ടല്ല, കണ്ടു. കണ്ണുകളിടഞ്ഞു. അവൾ തല കുനിച്ചു കളഞ്ഞു. വിജയ, ഞാൻ വിളിച്ചു. വിളിക്കണ്ടായിരുന്നു. അവൾ വേഗം കൂട്ടി നടന്നു കളഞ്ഞു. ഓടി എന്ന് തന്നെ പറയാം. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ചിരിച്ചു. എൻ്റെ 2 കൈയും ഞാൻ അറിയാതെ ഉയർന്നു. ഞാൻ ചെവി പൊത്തിപ്പിടിച്ചു. പിന്നെ മുഖവും. എന്തൊരു വിട്ടിത്തരമാണ് ഞാൻ കാണിച്ചത്! എന്തിനിങ്ങനെ ഒരു രംഗം സൃഷ്ടിച്ചു? പെൺകുട്ടികൾ അടുത്തു വന്നു, ചിരിച്ചുകൊണ്ട് തന്നെ. തെറിച്ച പെൺകുട്ടികൾ. ഞാൻ കോളേജിലെ ഒരു അധ്യാപകനല്ലേ? അല്പമെങ്കിലും ബഹുമാനം കാണിക്കണമെന്ന് അവർക്ക് തോന്നാത്തതെന്ത്? ബഹുമാനിച്ചില്ലെങ്കിൽ വേണ്ട, സഹതാപമെങ്കിലും. നമ്മുടെ ശ്രീനി സാറല്ലേ? ഒരുത്തി കൂട്ടുകാരികളോട് ചോദിച്ചു. പിന്നെയും ചിരി. നമ്മുടെ വിജയലക്ഷ്മി സാറിനെ കണ്ടിട്ട് ഓടിക്കളഞ്ഞതെന്താ? മറ്റൊരുത്തിയുടെ ശബ്ദമുയർന്നു. വീണ്ടും കൂട്ടച്ചിരി. ഞാൻ തല നിവർത്തിപ്പിടിച്ചു. ആ പെൺകുട്ടികളെ ഞാൻ തുറിച്ചു നോക്കി. അയ്യോ, കണ്ടാൽ പേടിയാകുന്നു. ഭയന്തടിച്ചുകൊണ്ട് ഒരു കുട്ടി പറഞ്ഞു. ഞാൻ നോക്കി. വനജയാണ്. അവൾ ആനന്ദിക്കുകയായിരിക്കും. ശ്രീനി സാറിൻ്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. 1000 കഷ്ണങ്ങളായി നുറുങ്ങിപ്പോയിരിക്കുന്നു. തന്നോടൊരിക്കൽ സന്മാർഗത്തെപ്പറ്റി പറഞ്ഞ ശ്രീനി സാർ. വിജയലക്ഷ്മിയെ പ്രേമിക്കുന്നതിന് മുൻപ് നടന്ന ഒരു സംഭവമായിരുന്നു അത്. കോളേജിൽ നിന്നും പുറപ്പെട്ട ഒരു വിനോദയാത്രാ സംഘത്തിൻ്റെ നേതാവ് ഞാനായിരുന്നു. കുളത്തൂപ്പുഴ കാടുകളിലേക്കാണ് ഞങ്ങൾ പോയത്. കാട്ടിൽ ഞങ്ങൾ ചുറ്റിക്കറങ്ങി. ഭക്ഷണം കൊണ്ടുപോയിരുന്നു. മരത്തണലിരുന്ന് ഞങ്ങൾ പിക്നിക് ലഞ്ച് കഴിച്ചു. കൈ കഴുകാനായി ഒരു പാറക്കെട്ടിനടുത്തുകൂടി ഒലിച്ചിരുന്ന അരുവിയിലേക്ക് ഞാൻ നടന്നു. എനിക്ക് മുൻപ് വനജ അവിടെ എത്തിയിരുന്നു. പാറയിൽ ചാഞ്ഞു കിടക്കുകയാണവൾ. മുട്ടോളം സാരി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കാലുകൊണ്ട് അരുവിയിലെ വെള്ളം തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്നെ കണ്ടിട്ടും ആ വിനോദം അവൾ തുടർന്നു. ഞാൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. അപ്പോൾ വനജ പറഞ്ഞു, സാറിന് ഇവിടെ തന്നെ കൈ കഴുകാം, ഞാൻ വെള്ളം തെറിപ്പിക്കില്ല. ഞാൻ കൈ കഴുകി. പാറയിൽ ചരിഞ്ഞു കിടന്നുകൊണ്ട് അവൾ എന്നെ നോക്കി. എന്നെ അസ്വസ്ഥനാക്കാൻ പോകുന്ന ഒരു പുഞ്ചിരി അവൾ ധരിച്ചിരുന്നു. ഞാൻ കൈകഴുകി തീർന്നപ്പോൾ വനജ എഴുന്നേറ്റു. ഞാനും വരുന്നു സാർ, അവൾ പറഞ്ഞു. മടങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് നിന്നു. ഒരു പാറക്കഷ്ണത്തിൽ നിന്നും അടുത്ത പാറക്കഷ്ണത്തിൽ ചവിട്ടണമെങ്കിൽ കഷ്ടിച്ച് ഒരടി ചാടണം. ഇടയ്ക്ക് വെള്ളമാണ് സാർ, എനിക്ക് പേടിയാവുന്നു, വനജ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നെറ്റി ചുളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ചാടിക്കടക്കൂ സർ, പ്ലീസ് ബി എ സപ്പോർട്ട്. അവൾ കൈ പിൻവലിച്ചില്ല. ഒടുവിൽ ഞാൻ അവളെ കൈക്ക് പിടിച്ച് വലിച്ച് അടുത്ത പാറയിൽ കടത്തിവിട്ടു. അല്പം വിശ്രമിച്ച ശേഷം ഞങ്ങളുടെ സംഘം വീണ്ടും കാട്ടിൽ ചുറ്റിക്കറങ്ങി. ഞാനൊരു ചൂരൽ പിഴുതെടുത്തു. വലിയ കിഴങ്ങുള്ള ഒരു ചൂരൽ. അതെന്താണ് സാർ? എങ്ങു നിന്നോ വനജ വന്നെത്തി. ചൂരൽ എനിക്ക് തരാമോ സാർ? ഞാൻ നൽകി. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ മടങ്ങാനൊരുങ്ങി. 4 മൈൽ നടക്കണം ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക്. സ്പെഷ്യൽ ബസ് അവിടെ കാത്തു കിടക്കുന്നുണ്ട്. അവിടെ ചെന്ന് ചായ കഴിച്ച ശേഷം പുറപ്പെടണം. 2 മൈലോളം നടന്നപ്പോൾ സംഘത്തിലെ പെൺകുട്ടികൾ പലരും ക്ഷീണിച്ചുപോയി. അപ്പോഴാണ് അതുവഴി ഒരു ബസ് കടന്നുപോയത്. പെൺകുട്ടികൾ കൈവീശി കാണിച്ചു. ബസ് നിന്നു. കണ്ടക്ടർ വെളിയിലേക്ക് തല നീട്ടിക്കൊണ്ട് പറഞ്ഞു, 8 പേർക്കുള്ള സീറ്റുണ്ട്. ഏറ്റവും ക്ഷീണം തോന്നുന്ന 8 പേർ കയറട്ടെ, ഞാൻ പറഞ്ഞു. കുറേ പെൺകുട്ടികൾ ബസ്സിലേക്ക് ഇരച്ചു കയറി. അവരിലൊരാൾ വനജയായിരുന്നു. ഞങ്ങൾക്കൊരു എസ്കോർട്ട് വേണം സാർ, വനജ വിളിച്ചു കൂവി. സർ, ബസ്സിൽ കയറണം, ഞങ്ങൾ നടന്നെത്തിക്കൊള്ളാം, ആൺകുട്ടികൾ പറഞ്ഞു. വെളിയിൽ നിന്നിരുന്ന പെൺകുട്ടികൾ ഒന്നടങ്കം കൈയടിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി. ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ കമ്പിയിൽ തൂങ്ങി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ മുട്ടിന് താഴെ എന്തോ ഓടി നടക്കുന്നത് പോലെ തോന്നി. നോക്കി. അടുത്തുള്ള സീറ്റിൽ ഇരുന്നിരുന്ന വനജ ചൂരൽ കൊണ്ട് എൻ്റെ പാൻറിൽ കളം വരയ്ക്കുകയാണ്. തിങ്ങി നിറഞ്ഞ ബസ്സിൽ മറ്റാരും അത് ഗൗനിച്ചില്ല. ഞാൻ പിന്നിലേക്ക് ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചു. എന്നിട്ടും വനജ പിന്തിരിഞ്ഞില്ല. അപ്പോഴേക്കും ബസ് ഫോറസ്റ്റ് ബംഗ്ലാവിനടുത്തെത്തി. ഞങ്ങൾ ഇറങ്ങി. ഞാൻ മെല്ലെ നടന്നു. വനജയോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം തേടുകയായിരുന്നു ഞാൻ. ഫോറസ്റ്റ് ബംഗ്ലാവിലേക്കുള്ള കയറ്റം കയറുമ്പോൾ എനിക്ക് സന്ദർഭം കിട്ടി. വനജെ, ഇതൊന്നും നല്ലതല്ല, പറഞ്ഞേക്കാം, ആവുന്നത്ര ഗൗരവം നടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഏതൊന്നും നല്ലതല്ല? അരികിലേക്ക് നീങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു. പെൺകുട്ടികൾക്ക് കുറേ അടക്കം വേണം. സാറിൻ്റെ വർത്തമാനം കേട്ടാൽ വലിയ സന്യാസിയാണെന്ന് തോന്നും. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സന്യാസിമാർക്കും വ്രതം മുടക്കാം. ലെറ്റ് us ഹാവ് സം ഫൺ. മാദകമായ പുഞ്ചിരിയോടെ അവൾ എൻ്റെ മുതുകിൽ തൊട്ടു. ഞാൻ അവളുടെ കൈ തട്ടിമാറ്റി. ഓ, ഒരു സന്മാർഗി, അവൾ ചീറി. അപ്പോൾ അവളുടെ മുഖത്ത് വെറുപ്പും പുച്ഛവും അലതല്ലി. ശ്രീനി സാർ ഓർമ്മകളിൽ നിന്നുണർന്നു. കണ്ടാൽ പേടിയാവുന്നു. വനജയുടെ ശബ്ദം ആ പെൺകുട്ടികളുടെ പൊട്ടിച്ചിരിയേക്കാൾ ഉച്ചത്തിൽ ഉയർന്നു.
അവളുടെ മനോഭാവം വ്യക്തമായിരുന്നു. എനിക്ക് വേണ്ടി ലബോറട്ടറിയിലെ ആസിഡ് പ്രതികാരം ചെയ്തിരിക്കുന്നു. ഞാൻ പരിക്ഷീണനായി മാഞ്ചുവട്ടിലേക്ക് മടങ്ങി. പെൺകുട്ടികൾ നടന്നു മറയുന്നതുവരെ ഞാൻ അവിടെ നിന്നു. പിന്നെ വളഞ്ഞു പുളഞ്ഞ ആ ഇടവഴിയെ കടന്നു വീട്ടിലെത്തി. 3-4 ദിവസങ്ങൾ ഞാൻ പുറത്തിറങ്ങിയതേയില്ല. വിജയലക്ഷ്മി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വിജയലക്ഷ്മി മാത്രമാണോ എനിക്ക് നഷ്ടപ്പെട്ടത്? എൻ്റെ മുഖത്തോട് ഒരു പെണ്ണിനും സ്നേഹം തോന്നുകയില്ല. ഈ ചലിക്കുന്ന തലയോടിൽ തലോടാൻ ഒരു പെൺകുട്ടിയും തയ്യാറാവുകയില്ല. അപ്പോൾ നഷ്ടപ്പെട്ടത് പ്രേമമാണ്, ദാമ്പത്യ ജീവിതമാണ്. സ്വപ്നങ്ങൾ നിറഞ്ഞ കണ്ണുകളുമായി നടക്കുന്ന പൂമ്പാറ്റകളുടെ ലോകത്തിൻ്റെ കവാടം എനിക്കെതിരെ ശാശ്വതമായി അടയ്ക്കപ്പെട്ടിരിക്കുന്നു. വിജയലക്ഷ്മി എന്നെ കൈവെടിഞ്ഞു എന്ന ഓർമ്മ ഉണങ്ങാത്ത ഒരു മുറിവായിരിക്കും. എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും ഒരു പെൺകുട്ടി എന്നിൽ അനുരക്തനാവുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ മുറിവിന് ആശ്വാസത്തിൻ്റെ ലേപനം കിട്ടിയേനെ. ആരെയും അകറ്റി നിർത്താൻ പോകുന്ന അളവിൽ ബീഭത്സമായ ഒരു മുഖമാണ് എൻ്റേതെന്ന് ഞാൻ വിശ്വസിച്ചു. ആ ഉപ്പ് മുറിവിൽ ആഴ്ന്നിറങ്ങി. ഒടുവിൽ അവധി കഴിഞ്ഞു. ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ദിവസങ്ങൾ ചെന്നപ്പോൾ എന്നെ ആരും തുറച്ചു നോക്കാതെയായി. തുടർച്ചയായി കണ്ടാൽ വൈരൂപ്യം പോലും സഹിക്കാനാവും. വിജയലക്ഷ്മി എൻ്റെ വിദ്യാർത്ഥിനിയല്ല. അതൊരു ഭാഗ്യമായി. അവളെ കാണാതിരിക്കാൻ കഴിഞ്ഞു. പക്ഷേ വനജ പഠിക്കുന്നത് രസതന്ത്രമാണ്. ഇടയ്ക്കിടെ എന്നെ നോക്കി അവൾ ക്രൂരമായി മന്ദഹസിച്ചു പോന്നു. ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് കയറുന്ന വഴിയിൽ വെച്ച് നടന്ന സംഭാഷണം അവൾ ഒരിക്കലും മറക്കുകയില്ലെന്ന് തോന്നി. ലെക്ചർ ക്ലാസ് നടക്കുന്ന മുറിയും ലബോറട്ടറിയുമായി ചുരുങ്ങി എൻ്റെ ലോകം. ഒഴിവു സമയം എങ്ങനെ ചെലവാക്കണമെന്നറിയാതെ ഞാൻ ബുദ്ധിമുട്ടി. വെറുതെ ഇരുന്നുകൂടാ. അസുഖകരമായ ചിന്തകളുടെ കടന്നൽ കൂടിളകും. എന്തെങ്കിലും ചെയ്യണം. പെട്ടെന്നൊരു ദിവസം ഒരാശയം തോന്നി. പാലമരത്തിൽ നോക്കി നിൽക്കുമ്പോഴാണ് അങ്ങനെ തോന്നിയത്. കേരളത്തിലെ മന്ത്രവാദ സമ്പ്രദായങ്ങളെക്കുറിച്ചും യക്ഷിക്കഥകളെക്കുറിച്ചും ഗവേഷണം നടത്തിയാലെന്ത്? രസകരമായ ഒരു വിഷയമായിരിക്കും ഇതെന്ന് തോന്നി. ഇമ്മട്ടിലൊരു കിറുക്ക് പണ്ട് കാണിച്ചിട്ടുണ്ട്. 3-4 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പഴയ ആഭരണങ്ങളെപ്പറ്റി ചെറിയ തോതിൽ ഒരു പഠനം നടത്തി. ഒരു നീണ്ട ലേഖനവും പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അത്തരം വിഷയങ്ങളിൽ തൽപരരായ ആളുകൾ എനിക്ക് പ്രശംസാപരമായ കത്തുകൾ അയച്ചു തന്നു. യക്ഷി കിന്നരവാദികളെപ്പറ്റിയും മന്ത്രവാദിയെപ്പറ്റിയും കേരളത്തിൽ മറ്റാരും ഗവേഷണം നടത്തിയിട്ടുള്ളതായി കേട്ടിരുന്നില്ല. നല്ലൊരു പ്രബന്ധം രചിക്കണം. അതിൻ്റെ ശീർഷകം പോലും മനസ്സിലുദിച്ചു. ബ്ലാക്ക് മാജിക് ഇൻ കേരള. വളരെ രസകരമായ ഒരു പ്രവൃത്തിയാണ് ഈ ഗവേഷണമെന്ന് ഞാൻ ക്ഷണത്തിൽ കണ്ടുപിടിച്ചു. പഴയ ഗ്രന്ഥങ്ങളും ഓലക്കെട്ടുകളും ഞാൻ തേടിച്ചെന്നു. മന്ത്രവാദികളെ കണ്ടു ചോദ്യം ചെയ്തു. ചോറ്റാനിക്കരയിലും ചമ്രവട്ടത്തും ഞാൻ സമർത്ഥമായ ചില മന്ത്രവാദികളെ കണ്ടെത്തി. ഒഴിവു സമയം ചെലവാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ ഗവേഷണത്തിൻ്റെ തിരക്കിൽ വിജയലക്ഷ്മി മറക്കാൻ എനിക്ക് ഒട്ടൊക്കെ സാധിച്ചു. എൻ്റെ വൈരൂപ്യത്തെ ഓർത്ത് സ്വയം സഹതപിക്കാതിരിക്കാൻ എനിക്ക് ഏതായാലും കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ വിജയലക്ഷ്മി ഏതാണ്ട് നിശേഷം തന്നെ മറന്നിരിക്കുന്നു. എൻ്റെ ഹൃദയം നിറയെ രാഗിണിയാണ്. ഒരു പൊളിഞ്ഞ യക്ഷി അമ്പലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ അവളെ കാണുന്നു. യക്ഷികളെക്കുറിച്ചുള്ള ഗവേഷണം തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു യക്ഷി കടന്നു വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. രാഗിണി ഒരു യക്ഷിയല്ലെന്നാണ് ചന്ദ്രശേഖരൻ്റെ പക്ഷം. എല്ലാം എൻ്റെ തോന്നലാണത്രേ. എൻ്റെ ഗവേഷണം എൻ്റെ സമനില തെറ്റിച്ചുവെന്നാണ് അവൻ്റെ വിശ്വാസം. ഇന്ന് രാഗിണി എൻ്റെ കൂടെയില്ല. അവൾ മരിച്ചുപോയെന്ന് ആളുകൾ പറയുന്നു. അവളുടെ രൂപം അന്തരീക്ഷത്തിൽ വലയം ചെയ്തുവെന്നാണ് സത്യം. അവളുടെ ശരീരം ചലിച്ചു. നിശ്ചലമായ ഒരു തടാകത്തിൽ ഒരു കല്ല് വീണാലെന്ന പോലെ അവളുടെ ശരീരത്തിൽ ഓളങ്ങൾ നൃത്തം വച്ചു. അവൾ ഫോക്കസ് തെറ്റിയ ഒരു ഛായാപടമാണെന്ന് എനിക്ക് തോന്നി. പിന്നീട് അവളൊരു പുകച്ചുരുളായി മാറി. നേർത്തു വരുന്ന പുകച്ചുരുൾ. പിന്നെ എല്ലാം മാഞ്ഞു മറഞ്ഞു. ആ യക്ഷിയമ്പലത്തിൻ്റെ മുമ്പിൽ ഞാൻ തനിച്ചായി. ഇത്തരമൊരു സംഭവത്തെ മരണമെന്ന് വിളിക്കാമോ? പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ എവിടെയോ ഉണ്ട്. ഏതോ രൂപത്തിൽ തുടരുന്നുണ്ട്. യക്ഷികൾക്ക് മരണമുണ്ടോ? ചില യക്ഷികൾ മരിക്കുമായിരിക്കും. ഹോമം ചെയ്തു കൊല്ലപ്പെട്ടേക്കാം. ചമ്രവട്ടത്തുകാരൻ മന്ത്രവാദി ബഹുസമർത്ഥനാണ്. അയാൾക്ക് ഇന്നും യക്ഷികളെ വരുത്തി കാണിക്കാൻ കഴിയും. എങ്കിലും രാഗിണിയെ വരുത്തി കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തെന്നാൽ രാഗിണി രൂപം മാറിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ ഒരു പുകച്ചുരുളായി വലയം പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ടും ആളുകൾ പറയുന്നത് രാഗിണി മരിച്ചെന്നാണ്. നല്ലവളായ രാഗിണി. പക്ഷേ അവൾ നല്ലവളാണെന്ന് ഞാൻ എത്ര വൈകിയാണ് അറിഞ്ഞത്. അവൾക്ക് സംഭവിച്ചത് മരണമാണെങ്കിൽ തന്നെ മരണാനന്തര ജീവിതം എന്നൊന്നില്ലേ? ജീവിതം ഒരു കിഴങ്ങാണ്. അത് മണ്ണിനടിയിലായതുകൊണ്ട് നാം അത് കാണുന്നില്ല. മുകളിലേക്ക് മുളച്ചു പൊന്തുന്ന കൂമ്പുകൾ നാം കാണുന്നു. അവ കരിയുമ്പോൾ നാം കരയുന്നു. കിഴങ്ങിന് നിലനിൽപ്പ് നാം മറക്കുന്നു. പക്ഷേ യുക്തിവാദം നമ്മുടെ സമൂഹത്തെ ഒരു രോഗം പോലെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് പലരും എന്നെ ഒരു അന്ധവിശ്വാസി എന്ന് വിളിക്കും. സയൻസ് പഠിച്ച് ഞാൻ ഒരു ഭ്രാന്തനാണെന്ന് അവർ അട്ടഹസിക്കും. അവരല്ലേ അന്ധവിശ്വാസികൾ? അബോധ മനസ്സിനെ പറ്റി മനഃശാസ്ത്രം പറയുന്ന വിവരങ്ങൾ നിഷേധിക്കാനാവുമോ? നിഷേധിച്ചാൽ നാം വിജ്ഞാനത്തിന് അതിർവരമ്പുകൾ ഇടുകയാവും. നമ്മുടെ നിയമങ്ങൾക്കും ധാരണകൾക്കും സർവസ്വം വിധേയമാവണമെന്ന് പറയുന്നതിൽ കവിഞ്ഞ ഒരു അന്ധവിശ്വാസമുണ്ടോ? മറ്റൊരു ലോകം ഉണ്ടാവാം. അതിന് അതിൻ്റേതായ നിയമങ്ങളും ശാസ്ത്ര സത്യങ്ങളും ഉണ്ടാവാം. സ്പേസിനെ പറ്റിയും കാലത്തെപ്പറ്റിയും ഉണ്ടായിരുന്ന എത്ര മുൻവിധികൾ നാം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരിക്കൽ യുങ്ങിൻ്റെ ആത്മകഥ വായിച്ചു.
മറ്റൊരു ലോകമുണ്ടെങ്കിൽ അത് സ്വപ്നങ്ങൾ വഴിയാണ് നമ്മോട് ബന്ധം പുലർത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അത്തരത്തിലുള്ള എത്രയോ സ്വപ്നങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർ നടന്നെത്തുന്ന നൂൽപ്പാലങ്ങളാണ് സ്വപ്നങ്ങൾ. ഇപ്പോൾ രാഗിണി എൻ്റെ സ്വപ്നങ്ങളിൽ കടന്നു വരുന്നില്ല. അതുകൊണ്ട് അവൾ മരിച്ചിട്ടില്ല. ഞാൻ ഉത്കടമായി ആഗ്രഹിക്കാറുണ്ട് രാഗിണി എൻ്റെ സ്വപ്നങ്ങളിൽ കടന്നു വരണമെന്ന്. എനിക്ക് അവളോട് മാപ്പ് ചോദിക്കാനുണ്ട്. അവസാന നിമിഷം വരെ ഞാൻ അവളെ മനസ്സിലാക്കിയില്ല. രക്തദാഹം മാത്രമുള്ള ഒരു യക്ഷിയാണവൾ എന്ന് കരുതി. സ്നേഹത്തിനാണ് അവൾ ദാഹിച്ചത്. ലാബോറട്ടറിയിലെ അപകടത്തിന് ശേഷമാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ശതവാർഷിക ആഘോഷം നടന്നത്. അതിനോടനുബന്ധിച്ച് ഒരു പ്രദർശനവും ഉണ്ടായി. ആഘോഷ പരിപാടികളെപ്പറ്റി ചർച്ച ചെയ്യാൻ കൂടിയ സ്റ്റാഫ് യോഗം ഞാൻ ഓർക്കുന്നു. കെമിസ്ട്രി സ്റ്റാൾ ഒന്നാന്തരമാവണം പ്രിൻസിപ്പൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കി. ആരോ പ്രിൻസിപ്പലിനോട് പറഞ്ഞു, ഡോണ്ട് യു വറി സാർ, എല്ലാം ശ്രീനിവാസൻ നോക്കിക്കോളും. പ്രിൻസിപ്പൽ പുഞ്ചിരിച്ചു. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ എന്ന് പറയുന്ന മട്ടിൽ. രസതന്ത്രത്തിൽ പല ഇഫക്റ്റുകളും കാണിക്കാം, മാജിക്കിൻ്റെ പ്രതീതി ഉളവാക്കത്തക്ക വിധം. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടത് ഇത്തവണ കെമിസ്ട്രി സ്റ്റാൾ ഒരു മന്ത്രവാദിയുടെ വർക്ക്ഷോപ്പ് പോലെ ഇരിക്കും. അറിഞ്ഞുകൂടെ, ശ്രീനിയുടെ ഇപ്പോഴത്തെ ഹോബി മന്ത്രവാദമാണ്. റിയലി? പ്രിൻസിപ്പൽ അത്ഭുതം പ്രകടിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ഒഴിഞ്ഞുമാറി. ചന്ദ്രശേഖരൻ വിട്ടില്ല. ശ്രീനി ഇപ്പോൾ യക്ഷികളെയും ഗന്ധർവന്മാരെയും തേടി നടക്കുകയാണ്. താളിയോല ഗ്രന്ഥങ്ങളാണ് അയാളുടെ മുഖ്യ ഭക്ഷണം. ചന്ദ്രശേഖരൻ അതിശയോക്തി പറയുന്നു സാർ. ഞാൻ പറഞ്ഞു. എക്കണോമിക്സ് പ്രൊഫസർ കുറുപ്പ് ഈ ഘട്ടത്തിൽ തട്ടി മൂളിച്ചു. ദിസ് ഈസ് ക്രേസി. ഒരു സയൻറ്റിസ്റ്റ് മന്ത്രവാദത്തിൽ വിശ്വസിക്കുകയോ? വിശ്വസിക്കുന്നെന്ന് ആര് പറഞ്ഞു? ഞാൻ പഠിക്കാൻ നോക്കുന്നു. മുൻവിധികൾ കൂടാതെ ഞാൻ അന്വേഷണം നടത്തുന്നു. അതല്ലേ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ജോലി? ഞാൻ ചോദിച്ചു. കുറുപ്പ് ഉറക്കെ ചിരിച്ചു, കളിയാക്കുന്ന മട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെമ്പ് സ്വർണ്ണമാക്കി മാറ്റാൻ ശ്രമിച്ച മന്ത്രവാദികളാണ് കെമിസ്ട്രിയുടെ പിതാക്കൾ. അത് മറന്നോ? ഉത്തരം മുട്ടിയ കുറുപ്പ് ഒരു തമാശ പറയുന്ന മട്ടിൽ സംസാരിച്ചു. കൊള്ളാം, പ്രേതാന്വേഷകൻ ശ്രീനിവാസൻ. സൂക്ഷിച്ച് നടക്കണേ, വല്ല പ്രേതമോ മാടനോ ചെകിട്ടത്തടിക്കും, പാടി വീഴും. ആരും ചിരിച്ചില്ല. പെട്ടെന്ന് സദസ് നിശബ്ദമായി. അസുഖകരമായ നിശബ്ദത. എൻ്റെ വലത് കൈ ഇടത് കവിളിലും മൂക്കിൻ്റെ നടുവിലും തങ്ങി നിന്നു. ചെകിട്ടത്തടിക്കും, പാടി വീഴും. നിശബ്ദത നീണ്ടു നിന്നപ്പോൾ പ്രിൻസിപ്പൽ തറയിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഷാൽ വി ബ്രേക്കപ്പ്? ഞങ്ങൾ പിരിഞ്ഞു. പിന്നെയും 1-2 ചർച്ചായോഗങ്ങൾ നടന്നു. കുറിപ്പ് വന്നില്ല. പാവം, എനിക്ക് വേദനയുണ്ടാക്കുന്ന മട്ടിൽ സംസാരിച്ച് കളഞ്ഞല്ലോ എന്നോർത്ത് ദുഃഖിക്കുകയായിരുന്നു അയാൾ. പിന്നീട് പല ദിവസങ്ങളിലും വളരെ വൈകി മാത്രമാണ് എനിക്ക് ലബോറട്ടറി വിട്ട് പോരാൻ സാധിച്ചത്. പ്രദർശന സ്റ്റാളിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ഇത്രയേറെ ജോലി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ഏറ്റവും കാര്യം വെടുപ്പായി ചെയ്യണ്ടേ? ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ എൻ്റെ സ്റ്റാൾ ഒരു മായാലോകമാക്കി മാറ്റണം. മന്ത്രവാദിയുടെ വർക്ക്ഷോപ്പ്. എത്ര നല്ല പ്രയോഗം! ഞാൻ ഒരു കെമിക്കൽ ഇഫക്റ്റിന് പേരിട്ടത് യക്ഷിയുടെ രക്തപാനം എന്നാണ്. ഒരു ചുവന്ന ദ്രാവകം ഒലിച്ചു വീഴുമ്പോൾ നിറമില്ലാത്തതാവുന്നു. വീഴുന്നത് ഒരു നീണ്ട ഫ്ലാസ്കിലാണ്. അതിൻ്റെ മുകളിൽ ഞാൻ വായും പൊളിച്ചിരിക്കുന്ന ഒരു സുന്ദരിയുടെ തല വരച്ചു ചേർത്തു. എത്ര താമസിച്ചിറങ്ങിയാലും വേണ്ടില്ല, സ്റ്റാൾ ഒന്നാം കിടയാവണം. നേരത്തെ ഇറങ്ങാൻ കഴിഞ്ഞാൽ തന്നെ എന്തു ചെയ്യാനാണ്? എങ്ങനെ സമയം ചിലവാക്കും? മുമ്പൊക്കെ നേരത്തെ ജോലി തീർത്തിറങ്ങാൻ വലിയ തിടുക്കമായിരുന്നു. അന്ന് ഞാൻ വിജയലക്ഷ്മിയുടെ കാമുകനായിരുന്നു. ലിറ്ററേച്ചർ ഓണേഴ്സ് ക്ലാസ്സിൽ കുട്ടികൾ കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം പലപ്പോഴും ലെക്ചർ ക്ലാസ്സുകൾ ഉണ്ടാവാറില്ല. ചർച്ചകളും ട്യൂട്ടോറിയലുകളുമായി ഒക്കെയാണ്. അവയിൽ നിന്നൊക്കെ തലയൂരി പോരാൻ വിജയലക്ഷ്മിക്ക് സാധിച്ചിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം അവൾ എനിക്ക് മുന്നറിയിപ്പ് തരും. വളരെ ലഘുവായ ഒരു ഏർപ്പാടായിരുന്നു ഇത്. എൻ്റെ ലബോറട്ടറിക്ക് അടുത്താണ് പെൺകുട്ടികളുടെ വെയിറ്റിംഗ് റൂം. അതിൻ്റെ വരാന്തയിൽ നിവർത്തിപ്പിടിച്ച പുസ്തകവുമായി അവൾ നടക്കും. ആളുകൾ കണ്ടാൽ ഗൗരവമേറിയ ഏതോ പ്രമേയത്തെപ്പറ്റി പഠിക്കുകയാണെന്നേ തോന്നും. ഇടയ്ക്കിടെ ലബോറട്ടറിയുടെ 2ാം നിലയിലുള്ള ആദ്യത്തെ ജനലിലേക്ക് അവൾ നോക്കും. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ കാണുമ്പോൾ അവൾ നെറ്റിയിൽ ഒരു കൈ ചേർത്ത് പിടിക്കും, സലാം ചെയ്യുന്നത് പോലെ. ഒരു തവണ മാത്രം. ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ 2 കൈകളും നെറ്റിയിൽ അമർത്തി പിടിക്കും. പെട്ടെന്നൊരു തലവേദന പിടിക്കപ്പെട്ട മട്ടിൽ. അതിൻ്റെ ഭാഷ്യം ഇതാണ്. ഭേഷ്, ഞാനും നേരത്തെ ഇറങ്ങാം. ചില ദിവസങ്ങളിൽ എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റുകയില്ല. അന്നൊക്കെ ഞാൻ എൻ്റെ ഒരു കൈ മാത്രമേ നെറ്റിയിൽ ചേർത്ത് പിടിക്കൂ. അങ്ങനെ എത്രയെത്ര ദിവസങ്ങളാണ് ഒന്നിച്ച് സമയം ചിലവാക്കിയത്. ഞാൻ അവളെ മറന്നിരിക്കുകയായിരുന്നു. നിശേഷം എന്ന് തന്നെ പറയാം. ഇതാ ഓർമ്മകൾ പത്തി വിടർത്തുന്നു. ഞങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്? എത്ര പ്രതിജ്ഞകൾ കൈമാറി? പ്രതിജ്ഞകളുടെ എണ്ണം മാത്രം എടുത്താൽ ലൈലയും മജ്നുവും തോറ്റുപോകും. എൻ്റെ ലൈല എന്നെ വിട്ടുപോയി. അവൾ പുതിയ മരപ്പച്ചകൾ കണ്ടെത്തും. എന്നെ മണൽക്കാടുകളിൽ അവൾ വിട്ടുകളഞ്ഞു. ഞാൻ അവളെ കുറ്റപ്പെടുത്തുകയാണോ? കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് എനിക്കറിയാം. മുത്തശ്ശി കഥകളിലെ പെൺകുട്ടികൾ മാത്രമാണ് കൂനന്മാരെയും മുടന്തന്മാരെയും വിരൂപന്മാരെയും വിവാഹം കഴിക്കുന്നത്. അവർക്ക് അങ്ങനെയാവാം. എന്തെന്നാൽ വിവാഹത്തിന് ശേഷം അവർക്ക് വരം കിട്ടും. അല്ലെങ്കിൽ ദയാമൂർത്തിയായ ഏതെങ്കിലും ദേവത ഇടപെടും. അപ്പോൾ അവൾ ആ കൂനന്മാരും മുടന്തന്മാരും വിരൂപന്മാരും സുന്ദരന്മാരായ രാജകുമാരന്മാരാകും. ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. അതുകൊണ്ട് വിജയലക്ഷ്മി ബുദ്ധിപൂർവ്വം പെരുമാറിയെന്ന് വേണ്ടേ പറയാൻ? ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ലേ? എൻ്റെ ജീവിതത്തിലുണ്ടായില്ലേ? എൻ്റെ കരിഞ്ഞ മുഖം തേടി രാഗിണി വന്നില്ലേ? പക്ഷേ രാഗിണി യക്ഷിയാണ്. വിജയലക്ഷ്മിയോ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് മടങ്ങുന്ന ഒരു സാധാരണ സ്ത്രീ. എങ്കിലും കുറ്റപ്പെടുത്താൻ തോന്നാറുണ്ട്. ഞാൻ സ്വാർത്ഥനായതുകൊണ്ട് തന്നെ.
ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അല്പം അശ്ലീലമാണ്. വിജയലക്ഷ്മി ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. അവൾ ഒന്നിച്ച് ചിലവാക്കിയ സമയത്തിലേറിയ പങ്കും ഞാൻ വെറുതെ കൈകോർത്ത് പിടിച്ചിരുന്നതേ ഉള്ളൂ. അവളെ 2 തവണയേ ചുംബിച്ചിട്ടുള്ളൂ. എൻ്റെ ചുംബനങ്ങൾക്ക് ചൂട് കുറവായിരുന്നുവോ? അവൾ ഒരു പ്രതിമയെപ്പോലെയാണ് അവ സ്വീകരിച്ചത്. ചുംബനത്തിനപ്പുറം കടക്കേണ്ടതായിരുന്നില്ലേ? എങ്കിൽ എനിക്ക് രഹസ്യമായി അഭിമാനിക്കാമായിരുന്നു ഒരിക്കലെങ്കിലും അവൾ എൻ്റേതായിരുന്നുവെന്ന്. വേണ്ട, അവൾ പരിശുദ്ധിയായി തുടരട്ടെ. കൈകോർത്ത് പിടിക്കുന്നതിൽ മാത്രം തൃപ്തി കണ്ടെത്താത്ത ഒരു സുന്ദരനെ അവൾക്ക് ജീവിത സഖാവായി ലഭിക്കട്ടെ. എൻ്റെ വൈരൂപ്യത്തിൻ്റെ കുരിശ് ചുമക്കാൻ അവൾ തയ്യാറാവാത്തത് എത്ര ശരിയാണ്. ഇപ്പോൾ 27 വയസ്സാണ് എനിക്ക്. അപ്പോൾ അന്ന് ഞാൻ വിജയലക്ഷ്മിയുടെ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന കാലത്ത് 26ലും താഴെയായിരുന്നു പ്രായം. എന്നിട്ടും ഞാൻ കൈകോർത്ത് പിടിച്ചിരുന്നതേയുള്ളൂ. ആശുപത്രി വിട്ടു വന്ന ശേഷം എൻ്റെ മനസ്സ് അഴുക്കുചാലുകളിൽ കൂടി നീന്തുകയാണ്. സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഉദ്യോഗമാണ് ഉണ്ടായത്. മാംസദാഹത്തിൻ്റെ മേഖലകളിലേക്ക് ഞാൻ കടന്നു. ഒരു തവണ വനജയുടെ ക്രൂരമായ മന്ദഹാസം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ലഹരി തോന്നി. എൻ്റെ ശരീരത്തിൽ ചൂരൽ കൊണ്ട് കളം വരച്ച പെണ്ണാണ്. പ്രസംഗവേദിയിൽ നിന്ന് ഓടിയിറങ്ങി ചെന്ന് അവളെ പിടിക്കണമെന്ന് എനിക്ക് തോന്നി. എത്ര പ്രയാസപ്പെട്ടാണ് ഞാൻ സ്വയം നിയന്ത്രിച്ചത്. മേശപ്പുറത്ത് ഞാൻ അള്ളിപ്പിടിച്ചു, എൻ്റെ നെറ്റിത്തടം വിയർക്കുന്നതുവരെ. ഈ സംഭവം എന്നെ ചിന്താധീനനാക്കി. ഇത്രയും കാലം ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ച ഞാൻ എന്താണിങ്ങനെ ചുവട് തെറ്റിക്കാൻ മോഹിക്കുന്നത്? ഒരിക്കലും ഒരു പെണ്ണ് എന്നെ സ്നേഹിക്കുകയില്ലെന്ന ബോധം കൊണ്ട് തന്നെ. എൻ്റെ ഭയങ്കരമായ മുഖത്തേക്ക് പ്രേമാർദ്രമായ നയനങ്ങളോടെ ഒരു പെണ്ണ് നോക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. സ്നേഹവായ്പോടെ ഒരു പെണ്ണും എനിക്ക് കീഴടങ്ങി തരികയില്ല. എപ്പോഴെങ്കിലും ഒരു പെണ്ണ് വഴങ്ങി തന്നിരുന്നെങ്കിൽ അത് ശരീരത്തിൻ്റെ മാത്രം കീഴടങ്ങലായിരിക്കും. അതിന് ഞാൻ പണം കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ ഒരു സന്ധ്യയ്ക്ക് പണം കൊടുത്തു ഒരു പെണ്ണിനെ വാങ്ങാൻ പുറപ്പെട്ടു. ആശുപത്രിക്ക് അടുത്തുകൂടി കുത്തനെ ഇറങ്ങിപ്പോകുന്ന റോഡിലൂടെ നടന്നാൽ ഒരു വേശ്യാഗൃഹത്തിലെത്താമെന്ന് പണ്ടെങ്ങോ ചന്ദ്രശേഖരൻ പറഞ്ഞത് ഞാൻ ഓർത്തു. ഒരു ഇലക്ട്രിസിറ്റി പോസ്റ്റും അതിനടുത്തൊരു പൈപ്പും കാണുമത്രേ. അവിടെ വെച്ച് ഇടത്തോട്ട് തിരിയണം. ഒരു ഇടവഴി കയറാം. അതിൻ്റെ പക്കത്ത് ഒരു വാഴക്കൂട്ടത്തിന് പിന്നിൽ ഒരു വീടുണ്ട്. പണ്ടെങ്ങോ ചന്ദ്രശേഖരൻ പറഞ്ഞ ഇക്കാര്യം വിശദമായി തന്നെ ഓർക്കാൻ കഴിഞ്ഞത് ഒരു അത്ഭുതമായി എനിക്ക് തോന്നി. ഞാൻ നടന്നു. ഇലക്ട്രിക് പോസ്റ്റും പൈപ്പും കണ്ട് ഇടത്തോട്ട് തിരിഞ്ഞു വാഴക്കൂട്ടം കണ്ടു. അപ്പോൾ സംഭ്രമമായി. ആ പ്രദേശം മുഴുവൻ വാഴക്കൂട്ടമാണ്. ഞാൻ പിന്നെയും നടന്നു. 3 വീടുകൾ കാണാം. ഒന്നിലെ വെളിച്ചമുള്ളൂ. അവിടെ ആരോ ഉറക്കെ രാമായണം വായിക്കുകയായിരുന്നു. രാമായണം വായിക്കുന്ന വീടുകളിൽ കച്ചവടം ഉണ്ടായിരിക്കുകയില്ലെന്ന് ഞാൻ ഊഹിച്ചു. മറ്റ് 2 വീടുകൾ ഏതെങ്കിലും ആവണം. 2ലും വെളിച്ചമില്ല. അപ്പോൾ പിന്നെ ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. വഴിയരികിൽ ഒരു മാടക്കട കണ്ടപ്പോൾ ഞാൻ നിന്നു. കടയിലിരുന്ന ചെറുപ്പക്കാരൻ എന്നെ കണ്ടപ്പോൾ ഞെട്ടിയെന്ന് തോന്നുന്നു. ഇരുട്ടിൽ നിന്ന് പെട്ടെന്ന് പൊന്തി വന്ന ഒരു പ്രേതമാണ് ഞാനെന്ന് അവൻ കരുതിയിരിക്കാം. ഞാൻ സിഗരറ്റ് ചോദിച്ചു. അവൻ അല്പം ആശ്വസിച്ചെന്ന് തോന്നി. ഒന്നുമില്ലെങ്കിലും സിഗരറ്റ് വലിക്കുന്ന പ്രേതമാണ്. അത്രയും നന്ന്. എങ്കിലും എൻ്റെ മുഖത്തിന് നേരെ നോക്കാൻ അവൻ മടിച്ചു. ഇവനോട് ചോദിച്ചാലോ ഏതാണ് വീടെന്ന്? ഞാൻ അല്പനേരം പരിങ്ങി നിന്നു. എന്താ, തീ വേണോ? ആ കയറിലുണ്ട്, അവൻ പറഞ്ഞു. എങ്ങനെ ധൈര്യം വന്നെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്: തീ കെടുത്താൻ വന്നതാണ്. കാര്യം മനസ്സിലാകാതെ അവൻ എന്നെ മിഴിച്ചു നോക്കി. ഞാൻ തുറന്നു ചോദിച്ചു, ഇവിടെ ഒരു വീടുണ്ടല്ലോ, സ്വല്പം പിശകുള്ള ഒരു വീട്. മാടക്കടക്കാരൻ മലർക്കെ ചിരിച്ചു. ഇത്രയുള്ളോ? അതാ 3ാമത്തെ വീട്, വെളിച്ചമുള്ളത്. അവിടെ രാമായണം വായിക്കുകയാണല്ലോ. അവിടെ രാമായണം വായിച്ചുകൂടെ? ചുമ്മാ ചെല്ലണം. പ്രതിഫലമായി ഒരു 100 രൂപ കടക്കാരൻ നൽകാൻ ഞാൻ ശ്രമിച്ചു. വേണ്ട, ഇതൊക്കെ എല്ലാവർക്കുമുള്ള ആവശ്യമല്ലേ. ഒരു തത്വജ്ഞാനിയെ പോലെ തന്നെയാണ് അവൻ സംസാരിച്ചത്. ഞാൻ ആ വീട്ടിലേക്ക് നടന്നു. വാഴക്കൂട്ടത്തിനിടയിലൂടെ മുൻവശത്ത് മരയഴി ഇട്ടിരിക്കുന്ന ഒരു വീടാണ്. ഒരു റാന്തൽ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിനടുത്തിരുന്നു കൊണ്ട് ഒരു കിഴവി രാമായണം വായിച്ചിരിക്കുന്നു. വാഴക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു കിഴവൻ ചാടി വന്നു. ചാരായത്തിന് ദുർഗന്ധം പരന്നു. ആരാ? അയാൾ ചോദിച്ചു. ഞാൻ തന്നെ. കയറി വരണം. കയറി ചെന്നു. എന്ത് പറ്റി മുഖത്തിന്? തുറച്ചു നോക്കിക്കൊണ്ട് കിഴവൻ ചോദിച്ചു. പൊള്ളിയതാണ്. അപ്പോഴാണ് കിഴവി രാമായണ വായന നിർത്തിക്കൊണ്ട് എന്നെ നോക്കിയത്. അയ്യോ, എന്തൊരു മുഖം! കിഴവിയുടെ ശബ്ദം ഇടറിപ്പോയി. പൊള്ളിയതാണ്, ഞാൻ വീണ്ടും പറഞ്ഞു. എന്താ വന്നത്? കിഴവൻ തിരക്കി. ആളുകൾ ഇവിടെ എന്തിനാ വരുന്നത്? എൻ്റെ മറുപടി കിഴവന് വളരെ ഇഷ്ടമായി. അത് ശരി, ആളുകൾ എന്തിനാ ഇവിടെ വരുന്നത്? അതിന് തന്നെ. ഇവിടെ തന്നെ വരുന്നതെന്താ? ഞാൻ നല്ല സാധനങ്ങളെ തിരഞ്ഞുകൊണ്ട് വരുന്നത് കൊണ്ട്. ഹഹാ. അയാൾ ചിരിച്ചപ്പോൾ എൻ്റെ മേൽ തുപ്പൽ തെറിച്ചു. കിഴവി എഴുന്നേറ്റ് ഞാൻ കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ കിഴവനോട് പറഞ്ഞു. അയ്യോ, ഇയാളെ കണ്ടാൽ ഭാരതി പേടിക്കും. വേണ്ട, പോവാൻ പറയണം. നീ എന്ന് മിണ്ടാതിരടി. കിഴവൻ കയർത്തു. അയാൾ എന്നെ മുറ്റത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയി. ഉള്ള കാര്യം പറയാമല്ലോ. പുതിയ പെണ്ണ, ഇന്ന് വൈകിട്ട് വന്നേ ഉള്ളൂ, നെടുമങ്ങാട്ടിൽ നിന്ന്. പുതിയത്. മനസ്സിലായോ? കൊള്ളാം. എന്തോന്ന് കൊള്ളാം? നിങ്ങളുടെ മുഖം കണ്ടാൽ അവൾ ബോധം കെട്ട് വീഴും. ഇവിടെ നിന്നിറങ്ങി നെടുമങ്ങാട്ടിലേക്ക് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും. ഒരാഴ്ച ഇവിടെ നിർത്താൻ കൊണ്ടുവന്നതാ. മനസ്സിലായോ? അതുകൊണ്ട്? കിഴവൻ മുന്നോട്ട് വന്ന് എൻ്റെ മുഖം തൊട്ടു നോക്കി. എങ്കിലും ഇങ്ങനെയൊരു മുഖം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ മുഖം പരിശോധിക്കാൻ വന്നതല്ല കേട്ടോ. കാര്യം വല്ലതും നടപ്പുണ്ടെങ്കിൽ പറയണം. കിഴവൻ അല്പം വിനീതനായി. കാര്യം നടക്കാണ്ടെന്താ? പിന്നെ ഞാനിവിടെ ഇരിക്കുന്നത് എന്തിനാ? പക്ഷെ പണം ചിലവാകും. സൗജന്യമല്ലെന്ന് എനിക്കറിയാം.
അതല്ല, സാധാരണ മാതിരി പോരാ, കൂടുതൽ വേണം. ഏത്? അവൾ ചിലപ്പോൾ പേടിച്ച് സ്ഥലം വിട്ടാലോ? ഞാൻ ഒരാഴ്ച ഇവിടെ നിർത്താൻ കൊണ്ടുവന്നതാ. ഒടുവിൽ ഞങ്ങൾ 20 രൂപയ്ക്ക് ഉറപ്പിച്ചു. ഞാൻ അകത്തു കടന്നു. അയാളാണ് മുറി കാണിച്ചു തന്നത്. കതക് ചാരി ഇരിക്കുകയാണ്. തുറന്നു നോക്കി. തറയിൽ പായ് വിരിച്ച് ഒരു തടിച്ച പെണ്ണിരിക്കുന്നു. നാണം അഭിനയിച്ചുകൊണ്ട് അവൾ മുഖം തിരിച്ചു കളഞ്ഞു. അവളെ നല്ലപോലെ കാണണമെന്ന് തോന്നി. ആ റാന്തലിങ് എടുക്കണം. ഞാൻ ഇവളെ ഒന്ന് കാണട്ടെ, ഞാൻ കിഴവനോട് പറഞ്ഞു. വേണ്ട, പേടിക്കും. ഒരാഴ്ച ഇവിടെ നിർത്താൻ കൊണ്ടുവന്നതാ. കിഴവൻ ചീറി. ഒരു തീപ്പെട്ടി കയ്യിൽ എടുക്കേണ്ടതായിരുന്നു. എങ്കിലും ഉരച്ചു നോക്കാമായിരുന്നു. എൻ്റെ ഹൃദയം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്നെ സ്പന്ദിച്ചു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരു പെണ്ണിനെ പുണരാൻ പോകുന്നു. ഇതാ ആനന്ദം എന്നെ കാത്തിരിക്കുന്നു. തടിച്ച പെണ്ണാണ്. മുഖം ശരിക്ക് കണ്ടിട്ടില്ല, എങ്കിലും ഒരു പെണ്ണ് തന്നെയാണ്. മാംസം തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അവളെ സ്പർശിച്ചു. അവളെ ചുംബിക്കാനായി കുനിഞ്ഞു. എൻ്റെ സിരകൾ ചൂട് പതഞ്ഞൊഴുകി. ഞാൻ അവളുടെ കവിളിൽ ഒരു ഉമ്മ വെച്ചു. എന്തോ നാറുന്നു. ചീവയ്ക്കാപ്പൊടിയുടെ ഗന്ധം. പെട്ടെന്ന് ഞാൻ വിയർത്തു. ഞാൻ അശക്തനായി. ഞാൻ എഴുന്നേറ്റു. പുറത്ത് കിടക്കാൻ തിടുക്കം തോന്നി. ഞാൻ മുറിവിട്ട് പോന്നു. എൻ്റെ ബ്രഹ്മചര്യം കളഞ്ഞു കുളിക്കാതെ തന്നെ. മടങ്ങുമ്പോൾ ഞാൻ ചിന്താകുലനായിരുന്നു. എന്താണ് കുഴപ്പം? ഇലയിൽ വിളമ്പി കിട്ടിയത് തിന്നാൻ കഴിയാതെ പോകുന്നതെന്ത്? ആ ചുറ്റുപാടുകളാവാം. കാരണം കന്നാലിച്ചന്തയിൽ പോയി പശുവിന് വില പറഞ്ഞ മട്ടിലല്ലേ കാര്യങ്ങൾ നടന്നത്. എന്നെപ്പോലെ വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള ഒരു മനുഷ്യന് അറപ്പ് തോന്നിയതിൽ അത്ഭുതമുണ്ടോ? ഞാൻ സമാധാനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പുഴുക്കളെപ്പോലെ സംശയങ്ങൾ മനസ്സിൽ അരിച്ചു കയറി. സംസ്കാരം. പിന്നെ ഞാൻ എന്തിനിവിടെ ചെന്നു? എനിക്ക് ലബോറട്ടറിയിലെ അപകടത്തിന് ശേഷം കലശലായ മാംസദാഹമില്ലേ? വനജയോട് ക്ലാസ് മുറിയിൽ വെച്ച് തോന്നിയ വികാരം എന്ത് സംസ്കാരത്തിൻ്റെ സന്തതിയാണ്? എന്നിട്ടിപ്പോൾ ഒരു വേശ്യാലയത്തിൽ നിന്നും ഞാൻ പരിശുദ്ധി നഷ്ടപ്പെടാതെ മടങ്ങുന്നു. ഞാൻ കണ്ണടിച്ച് ഇരുട്ടാക്കുകയാണോ? സത്യം അംഗീകരിക്കാൻ ഞാൻ മടിക്കുകയാണോ? മുമ്പ് എങ്ങുമില്ലാത്ത അളവിൽ എനിക്ക് അപകർഷതാബോധമുണ്ടായി. ഇതിനെ തുടർന്ന് ഞാൻ കൂടെ ഒരു സ്വപ്നം കണ്ടു തുടങ്ങി. ഒരേ മട്ടിലുള്ള സ്വപ്നം. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു വെളുത്ത കോണിപ്പടി. എത്ര ഉയരത്തിലാണ് അത് പോകുന്നത്? അതിന് ഇരുഭാഗങ്ങളിലും താലമേന്തിയ പെണ്ണുങ്ങൾ നിൽക്കുന്നു. ഓരോ പടിയിലും 2 പെണ്ണുങ്ങൾ, ചെറുപ്പക്കാരികൾ. ഞാൻ കോണിപ്പടി കയറുന്നു. ആ പെണ്ണുങ്ങൾ താലങ്ങൾ വലിച്ചെറിഞ്ഞ ശേഷം എന്നെ പിടിക്കാനെന്ന വണ്ണം കൈ നീട്ടുന്നു. ഞാൻ കോണിപ്പടി അതിവേഗത്തിൽ കയറുകയാണ്. കോണിയുടെ ഏറ്റവും മുകളിലത്തെ പടി എനിക്കിപ്പോൾ കാണാം. അവിടെ അതിമൃദുലമായ ഒരു മെത്തയിൽ ഒരു മനോഹരി കിടക്കുന്നു. ഞാൻ മെത്തയിൽ ചെന്നിരുന്നു. എങ്ങനെയോ എൻ്റെ ബാലൻസ് തെറ്റി. ഞാൻ താഴെ വീഴാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഞാൻ വീണത്. മെത്തയിൽ കിടന്നിരുന്ന സുന്ദരി എൻ്റെ നേർക്ക് കൈ നീട്ടുന്നു. അവളുടെ മുഖം നിരാശാഭരിതമാണ്. സ്വപ്നം ഈ ഘട്ടത്തിലെത്തുമ്പോൾ ഞാൻ ഉണർന്നു പോകും. എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഞാൻ കോണിപ്പടിയിൽ നിന്ന് താഴെ വീണത്? ശതവാർഷിക ആഘോഷത്തിൻ്റെ തലേന്ന് ഞാൻ ലബോറട്ടറി വിട്ടിറങ്ങിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. സ്റ്റാളിലെ ഒരുക്കങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഞാൻ കുറച്ചു നേരം നിന്നു. ഏതാണ്ട് 8 മണിക്കാണ് മടങ്ങാൻ കഴിഞ്ഞത്. മാഞ്ചുവട്ടിലെത്തിയപ്പോൾ ഞാനൊന്ന് നിന്നു. വിജയലക്ഷ്മി എൻ്റെ അരികിൽ നിന്ന് ഓടിമറിഞ്ഞ രംഗം മുന്നിൽ തെളിഞ്ഞു. ഇതൊരു മുതുക്കൻ മാവാണ്. എത്രയോ കാലമായി ഇതിവിടെ നിൽക്കുന്നു. എന്തെല്ലാം കണ്ടു. എത്ര പ്രണയനാടകങ്ങൾക്ക് സാക്ഷി നിന്നു. ആ പ്രേമങ്ങളിലെല്ലാം മീശ കുരുക്കാത്ത ചെക്കന്മാരും പാവാട വിട്ട് സാരിയിലാക്കി ആദ്യമായി കടന്ന കൊച്ചു പെൺകിടാങ്ങളും തമ്മിലുള്ള അർത്ഥശൂന്യമായ ചാബല്യങ്ങളായിരുന്നുവോ? അങ്ങനെയാവണം. കോളേജിലെ പ്രണയം അങ്ങനെയാണ്. ഒന്ന് മിണ്ടാൻ കഴിഞ്ഞാൽ, ഒരു നോട്ട് പുസ്തകം കൈമാറാൻ കഴിഞ്ഞാൽ, വെക്കേഷൻ കാലത്ത് ഒരേ ബസ്സിൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ സായുജ്യം കിട്ടുന്നു. 1-2 പ്രണയലേഖനങ്ങളും കൈമാറും. ഒടുവിൽ നാടകം തീരും. എന്നെ മറന്നേക്കൂ എന്ന് കാമുകി പറയും. അവൾക്ക് നല്ല ശമ്പളമുള്ള ഒരു വരനെ വീട്ടുകാർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കാമുകൻ എന്തു ചെയ്യും? മീശ കുരുത്തവനാണെങ്കിൽ കുറേ ദിവസം താടി വളർത്തും. അത്ര തന്നെ. എൻ്റെയും വിജയലക്ഷ്മിയുടെയും പ്രേമം ഗൗരവമുള്ള ഒരു കാര്യമായിരുന്നു. എന്നിട്ടും അവൾ യാത്ര പറയാതെ ഓടിക്കളഞ്ഞു. കച്ചവടത്തിനിരിക്കുന്ന നെടുമങ്ങാട്ടുകാരിക്ക് പോലും ഓടാൻ തോന്നുമെന്നല്ലേ ആ കിഴവൻ പറഞ്ഞത്? പിന്നെ വിജയലക്ഷ്മി ഓടിപ്പോയതിൽ എന്താണ് അത്ഭുതം? ഞാൻ നടന്നു. എൻ്റെ ഹൃദയം നിറയെ സ്ത്രീകളായിരുന്നു. ഞാൻ നടക്കുന്നത് പാതയിലല്ല, സ്വപ്നത്തിലെ കോണിപ്പടിയിലാണെന്ന് എനിക്ക് തോന്നി. ഇരുഭാഗത്തും പെൺകിടാങ്ങളുണ്ട്. അവരെല്ലാം പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. എനിക്ക് അവരുടെ മുഖം കാണാൻ വയ്യ. ഞാൻ റോഡിലെത്തി. കോളേജ് ഗേറ്റിന് മുൻപിലുള്ള നാൽക്കവലയാണ്. ഒരു മെർക്കുറി ലൈറ്റിൻ്റെ പ്രകാശധോരണിയിൽ കവല കുളിച്ചു നിൽക്കുന്നു. റോഡരികിലുള്ള ഒരു കൂറ്റൻ സിനിമാ ചിത്രം ഞാൻ കണ്ടു. ആ പരസ്യചിത്രത്തിൽ നായകൻ നായികയുടെ മാരടത്തിൽ തല ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവൻ മുട്ടുകുത്തി നിൽക്കുകയാണോ? അവൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. ആനന്ദമൂർച്ഛയാവാം. നായിക മുതുകിൽ കൈകൾ പിണച്ച് ചേർത്തിട്ടുണ്ട്. അവൾ ആകാശത്തേക്കാണ് നോക്കുന്നത്. തലമുടി അഴിഞ്ഞു പറന്നു കിടക്കുന്നു. അവളുടെ കണ്ണുകൾ പകുതി അടഞ്ഞിട്ടുണ്ട്. വേദനയുടെ ഒരു തരി അവയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? പക്ഷേ ചുണ്ടുകളിൽ ആനന്ദം തത്തിക്കളിക്കുന്നു. ഞാൻ വളരെ നേരം ആ ചിത്രം നോക്കിക്കൊണ്ട് നിന്നു. നായകൻ്റെ മുഖം അവളുടെ മാരടം തുളച്ച് മുതുകിലൂടെ വെളിയിൽ വരുന്നതായി എനിക്ക് തോന്നി. ഞാൻ പിന്നെയും നടന്നു. ടൗൺ ഹാളിനടുത്തുള്ള വളവ് തിരിഞ്ഞു. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. ഒന്ന് നിൽക്കൂ. എന്തൊരിമ്പമുള്ള ശബ്ദം, വീണാനാദം പോലെ. ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ രോമകൂപങ്ങളിലും കുളിര് കോരിയിട്ട ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്.
ഒരു മോഹിനി അവിടെ നിൽക്കുന്നു. സൗന്ദര്യത്തെ പറ്റിയുള്ള കവിസങ്കല്പങ്ങൾ സൃഷ്ടികർത്താവ് സർഗശക്തി മുറ്റി നിന്ന ഒരു നിമിഷത്തിൽ മത്തിട്ട് കടഞ്ഞപ്പോൾ ഈ മോഹിനി ഉദയം ചെയ്തതാവണമെന്ന് എനിക്ക് തോന്നി. വീനസിൻ്റെ ജനനത്തെപ്പറ്റിയുള്ള ബോട്ടിച്ചെല്ലിയുടെ ചിത്രം എനിക്ക് ഓർമ്മ വന്നു. ഒരു വ്യത്യാസം മാത്രം, ഇവളുടെ കാലിലെ പൊടി തട്ടിക്കളയാൻ പോലും വീനസിന് യോഗ്യതയില്ല. എന്നെയാണോ വിളിച്ചത് എന്ന് ചോദിക്കാൻ ധൈര്യം വന്നില്ല. എന്തിന് എന്നെ വിളിക്കണം? ഞാൻ നിശ്ചലനായി നിന്നു. അവൾ ഒരു ചുവട് മുന്നോട്ട് വന്നു. നിങ്ങളെയാണ് വിളിച്ചത്, അവൾ പറഞ്ഞു. അതിലെ കടന്നുപോയൊരു കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ ഞാൻ അവളെ വ്യക്തമായി കണ്ടു. ഏറിയാൽ 20 വയസ്സ് കാണും. അവൾ എന്നെയും കണ്ടു, എന്ന് വച്ചാൽ എൻ്റെ കരിഞ്ഞു പൊളിഞ്ഞ മുഖം കണ്ടു. പക്ഷേ അവൾ ഞെട്ടിയില്ല. എൻ്റെ മുഖത്തിൻ്റെ വൈകല്യം ശ്രദ്ധിച്ചതായി പോലും നടിച്ചില്ല. ഞാൻ ആലോചിച്ചു, ഒരു സുന്ദരി ഒറ്റയ്ക്ക് റോഡിൽ കാത്തു നിൽക്കുന്നത് എന്തിനാണ് വഴിപോക്കരെ വിളിക്കുന്നത്? എനിക്ക് മുമ്പ് ഇതിലെ കടന്നു പോയവരെല്ലാം അവൾ വിളിച്ചിരിക്കുമോ? പക്ഷേ അവരാരും നിന്നിരിക്കുകയില്ല. ഞാൻ നിന്നു കളഞ്ഞു. ഇനി എന്തു ചെയ്യും? ആളെ പിടിക്കാൻ നിൽക്കുന്ന ഒരു അഭിസാരികയായിരിക്കുമോ ഇവൾ? ചേച്ചേ, ഒരിക്കലുമല്ല. ട്രോയിലെ ഹെലൻ്റെ മുഖം 1000 കപ്പലുകൾ കടലിൽ അണിനിരത്തിയെന്ന് പറയാറുണ്ട്. ഞാൻ ഹെലനെ കണ്ടിട്ടുണ്ട്, സിനിമയിൽ. ഒരു ഇറ്റാലിയൻ സുന്ദരി. റൊസന്ന പഡെസ്റ്റ ഉച്ചരിക്കുമ്പോൾ മുറുക്ക് കടിക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷേ കണ്ടാൽ വെണ്ണയിൽ തീർത്ത ശില്പമാണ്. ആ ഹെലനേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരമാണ് ഇവളുടെ മുഖം. ഇതിലൊരു പുഞ്ചിരി ഉയർത്തുവാൻ കിരീടങ്ങളും സാമ്രാജ്യങ്ങളും പണയപ്പെടുത്താവുന്നതാണ്. ആളെ പിടിക്കലാണ് ഉദ്ദേശമെങ്കിൽ കാമാർത്ഥരായ ആളുകൾ ഇതിനകം ഇവിടെ സമുദ്രം പോലെ ഇരച്ചു കയറിയേനെ. ആളെ പിടിക്കാനാണെങ്കിൽ മുഖം നഷ്ടപ്പെട്ട എന്നെ നറുക്കിട്ടെടുക്കണമോ? സൗന്ദര്യം മാത്രമല്ല, നിഷ്കളങ്കതയുടെ പരിവേഷവും അവളുടെ മുഖത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ രാഗിണിയെ കണ്ടത്. ആ രാഗിണിയാണ് അന്തരീക്ഷത്തിൽ വലയം പ്രാപിച്ചത്. നേർത്ത പുകച്ചുരുളുകൾ പോലെ അവൾ മറഞ്ഞുപോയി. ആളുകൾ പറയുന്നു രാഗിണി മരിച്ചുപോയെന്ന്. ഇനി ഞാൻ അവളെ കൊന്നുവെന്ന് പോലും അവർ പറയുമോ? പറയട്ടെ, സത്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ രാഗിണിയെ സ്നേഹിച്ചു, പിന്നെ സംശയിച്ചു, വെറുത്തു. എത്ര മടയനാണ് ഞാൻ! അവൾ എന്നെ ഉത്കടമായി സ്നേഹിക്കുകയായിരുന്നുവെന്ന് അവസാന നിമിഷത്തിൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത്. അവളുടെ ലോകത്തിൻ്റെ നിയമങ്ങളെ, നീതികളെ എതിർത്തുകൊണ്ടാണ് അവൾ എന്നെ സ്നേഹിച്ചത്. അവൾ നൂറ്റാണ്ടുകളായി ഭൂമിയിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഒരു ശാപത്തിന് വിധേയയായി ചുറ്റിക്കറങ്ങുകയായിരുന്നു എൻ്റെ രാഗിണി. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നീ മരിച്ചിട്ടില്ല. മരിച്ചിരുന്നുവെങ്കിൽ മരണാനന്തര ജീവിതമുണ്ട്. ഭ്രാന്താശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാറ്റാടി മരങ്ങളുടെ പിന്നിൽ ചോരയുടെ ഒരു പ്രളയമാണ്. അല്പം കഴിഞ്ഞാൽ ഇരുട്ട് പരക്കും. മരണാനന്തര ജീവിതമെന്നൊന്നുണ്ടോ? ഞാൻ കാറ്റാടി മരങ്ങളെ വീണ്ടും നോക്കി. സൂര്യൻ ചോരയിൽ കുളിച്ചു മരിക്കുന്നു. എങ്കിലും നാളെ പ്രഭാതത്തിൽ സൂര്യൻ ചോരയിൽ തന്നെ ജനിക്കും. അന്ന് രാഗിണി യക്ഷി അമ്പലത്തിനടുത്ത് വെച്ച് പുകച്ചുരുളുകളായി മാറുമ്പോഴും സൂര്യൻ ചോരയിൽ കുളിച്ചു മരിച്ചു കിടക്കുകയായിരുന്നു. ഞാൻ ആ രംഗം എൻ്റെ മുമ്പിൽ കാണുന്നു. എനിക്ക് യക്ഷി അമ്പലത്തിൻ്റെ പടം വരയ്ക്കണമെന്നും തോന്നി. അമ്പലത്തിന് ചുറ്റും കാടുകളാണ്. അമ്പലം പൊളിഞ്ഞു നിൽക്കുന്നു. ഒരു മൂല നിശേഷം നിലംപൊത്തിയിട്ടുണ്ട്. അമ്പലത്തിനകത്ത് കള്ളിച്ചെടി കയ്യേറ്റം നടത്തുന്നു. അകത്ത് വിഗ്രഹങ്ങളൊന്നും കാണാനില്ല. ഒരു ചുവര് വലിയ കോട്ടം തട്ടാതെ നിവർന്നു നിൽക്കുന്നു. അതിലൊരു ചിത്രമുണ്ട്, സുന്ദരിയായ ഒരു യക്ഷിയുടെ ചിത്രം. വിശദാംശങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ യക്ഷിയുടെ മുഖത്തിന് രാഗിണിയുടെ മുഖത്തിൻ്റെ ഛായയുണ്ടെന്ന് കാണാം. എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടത്? ആരായിരുന്നു ചിത്രകാരൻ? മണ്ണും ധാതുക്കളും പച്ചിലകളും അരച്ചു ചേർത്ത് അയാൾ ചായങ്ങളുണ്ടാക്കി. ട്യൂബിൽ കിട്ടുന്ന എണ്ണച്ചായങ്ങളും കുപ്പികളിൽ വരുന്ന ടെമ്പറ പൊടിയും ലിൻസീഡ് എണ്ണയും ടർപ്പൻ്റെയിനും വിൻസർ ആൻഡ് ന്യൂട്ടൺ ബ്രഷുകളുമൊന്നും അയാൾക്കില്ലായിരുന്നു. എന്നിട്ടും അയാൾ ഈ ചുവരിൽ സുന്ദരിയായ ഒരു യക്ഷിയുടെ മനോഹരമായ പൂർണ്ണകായ ചിത്രം വരച്ചു. കാലത്തിൻ്റെ കൈപ്പാടുകൾ അങ്ങിങ്ങു കാണാം. അവിടെയെല്ലാം ചായം മങ്ങിപ്പോയിരിക്കുന്നു. വസ്ത്രങ്ങളിൽ അങ്ങിങ്ങായി നേർത്ത പായൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അജ്ഞാതനായ ആ കലാകാരൻ ആരെ നോക്കിയാണ് ഈ ചിത്രം വരച്ചത്? അയാൾക്കൊരു മോഡൽ ഉണ്ടായിരുന്നുവോ? ഈ യക്ഷിയെ അയാൾ എന്നെങ്കിലും കണ്ടിരുന്നുവോ? അതോ അയാളുടെ ഭാവനയിൽ പൊന്തി വന്ന ഒരു രൂപമായിരുന്നോ ഈ യക്ഷി? അങ്ങനെയാണെങ്കിൽ യക്ഷിയുടെ മുഖം രാഗിണിയെ അനുസ്മരിപ്പിക്കുന്നതെന്തേ? അജ്ഞാതനായ ആ ചിത്രകാരൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാഗിണിയെ കണ്ടതാവാം. അവൾ ഭൂമിയിൽ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ. അതോ ലക്ഷണമൊത്ത ഒരു ചിത്രം ഭാവനയിൽ നിന്ന് ഉയർന്നപ്പോൾ അവിടെ ഒരു യക്ഷി അധിവസിച്ചു തുടങ്ങിയതാണോ? അങ്ങനെയും ആവാം. കലാകാരൻ യക്ഷികൾക്കും ദേവതകൾക്കും മുഖം സമ്മാനിക്കുന്നു. രവിവർമ്മ ഇല്ലായിരുന്നെങ്കിൽ മഹാലക്ഷ്മിക്കും സരസ്വതിക്കും മറ്റസംഖ്യം ദൈവങ്ങൾക്കും മുഖം കിട്ടുമായിരുന്നില്ല. വയസ്കര ഇല്ലത്തെ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ കാമുകിയായിരുന്ന ഒരു യക്ഷിയെപ്പറ്റി എവിടെയോ വായിച്ചിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ ചുവരിൽ ആരോ ഒരു യക്ഷിയുടെ ചിത്രം വരച്ചു. അവിടെ യക്ഷിയുടെ അധിവാസമുണ്ടായി. സന്ധ്യയ്ക്ക് ചിത്രത്തെ നോക്കി ഇന്ന് രാത്രി വരുമോ എന്ന് ചോദിച്ചാൽ യക്ഷി കിടപ്പറയിൽ എത്തുമായിരുന്നു. ഉണ്ണി നമ്പൂതിരി അങ്ങനെ ഒരിക്കൽ വിളിച്ചു. യക്ഷി സ്ഥിരം കാമുകിയായി മാറി. മുഖം നഷ്ടപ്പെട്ട എനിക്ക് ഒരു കാമുകിയുണ്ടാകാൻ പോകുന്നുവെന്ന് ടൗൺ ഹാളിനടുത്ത് വെച്ചുള്ള വളവിൽ വെച്ച് ഞാൻ കരുതിയിരുന്നില്ല. അതാണ് ഉണ്ടായത്. വെളിച്ചം പമ്പ കടന്നിരിക്കുന്നു. യക്ഷി അമ്പലത്തിൻ്റെ ചിത്രം വരച്ച് നോക്കണം. ലൈറ്റ് ഇടട്ടെ.
ഒരു താളിയോല ഗ്രന്ഥം തേടി എവിടെയോ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായി രാഗിണിയെ കണ്ടതെന്ന് അനന്തൻ പിൽക്കാലത്ത് പറയുകയുണ്ടായി. ഒരു നമ്പൂതിരി ഇല്ലത്തേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അന്വേഷിച്ചത്രേ. അങ്ങനെയാണ് പോലും തമ്മിൽ കണ്ടത്. അങ്ങനെയൊരു സംഭവം എനിക്ക് ഓർമ്മയില്ല. ടൗൺ ഹാളിനടുത്ത് വെച്ചാണ് ഞാൻ അവളെ ആദ്യമായി കണ്ടത്. ആ രാത്രിയിൽ. എന്തിനാണ് വിളിച്ചത്? ഞാൻ ചോദിച്ചു. എനിക്കിവിടെ നിൽക്കാൻ ഭയമാകുന്നു. വാക്കുകളുടെ ഒരു ജലതരംഗം. എവിടെ നിന്ന് വരുന്നു? എങ്ങനെ ഇവിടെ എത്തി? എന്തിനിവിടെ നിൽക്കുന്നു? ഞാൻ തുരുതുരെ ചോദിച്ചു. വളരെ കാലത്തിന് ശേഷം അവൾ ഈ പട്ടണത്തിൽ വരികയാണത്രേ. അമ്മൂമ്മ ഒന്നിച്ചു വന്നു. അമ്മൂമ്മയ്ക്ക് നടക്കാൻ പ്രയാസമുണ്ട്. ഒരു പഴയ കൂട്ടുകാരിയെ കാണാനുണ്ടെന്ന് താൻ പറഞ്ഞപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, നീ തനിച്ചു പോയിക്കൊള്ളൂ. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. തീവണ്ടി ആപ്പീസിൽ ഞാൻ എത്തിക്കൊള്ളാം. നീ അവിടെ വന്നാൽ മതി. അങ്ങനെ ഒറ്റയ്ക്ക് നടന്നു. ബുദ്ധിമുട്ടിയെങ്കിലും കൂട്ടുകാരി പണ്ട് താമസിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിച്ചു. കൂട്ടുകാരിയും വീട്ടുകാരും അവിടെ നിന്ന് പട്ടണത്തിലെ മറ്റൊരു ഭാഗത്തേക്ക് താമസം മാറ്റിയെന്നറിഞ്ഞു. ആ സ്ഥലത്തെത്തി. അവിടെയും കൂട്ടുകാരിയെ കണ്ടില്ല. മറ്റെങ്ങും മാറി താമസിക്കുകയാണത്രേ. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വഴിതെറ്റി ഇവിടെ എത്തി. ബസ് കാത്തു നിന്നു. ഒടുവിലൊരു ബസ് എത്തിയപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഹാൻഡ് ബാഗ് എവിടെയോ വെച്ച് മറന്നു കളഞ്ഞെന്ന്. ടിക്കറ്റിന് പണമില്ല. വല്ലാത്ത ഭയം തോന്നി. നടന്നെത്താൻ സമയമുണ്ട്. 10:30 മണിക്ക് തീവണ്ടി പുറപ്പെടുന്നുള്ളൂ. പക്ഷേ തനിച്ച് നടക്കാൻ ഭയം തോന്നുന്നു. ഇവിടെ തന്നെ നിന്നു. ടിക്കറ്റിനുള്ള പണം ആരോട് ചോദിക്കാനാണ്? തനിച്ച് നടന്നാൽ ആരെങ്കിലും പിന്നാടെ കൂടിയാലോ? അങ്ങനെ അപകടങ്ങൾ ചെന്ന് ചാടാൻ എളുപ്പമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവൾ പറഞ്ഞത്. എന്നെ വിളിച്ചത് എന്തിന്? നല്ല ആളാണെന്ന് തോന്നി. അതെങ്ങനെ? കോളേജിലെ ലെക്ചററല്ലേ? എങ്ങനെ അറിയാം? എനിക്കറിയാം. ആശ്ചര്യം തോന്നി. എന്നെ തിരിച്ചറിഞ്ഞതെങ്ങനെ? ഏതായാലും എന്നെയാണ് വിളിച്ചത്. ഞാൻ വിളി കേട്ട് നിൽക്കുകയും ചെയ്തു. അവളുടെ ചുമതല എനിക്ക് കിട്ടിയിരിക്കുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും. 7:30 മണി കഴിഞ്ഞതേ ഉള്ളൂ. തീവണ്ടി പുറപ്പെടാൻ ഇനിയും മണിക്കൂറുകളുണ്ട്. ഞാൻ ആലോചനയിലാണ്ട് നിന്നപ്പോൾ അവൾ ചോദിച്ചു, എന്നെ സഹായിക്കാമോ? തീർച്ചയായും, ഞാൻ പറഞ്ഞു. ആവശ്യത്തിലേറെ ഉത്സാഹം ഞാൻ കാണിച്ചു പോകും. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെ സഹായം തേടുന്നു. തീവണ്ടി ആഫീസിലേക്ക് അവളെ കൊണ്ടാക്കണം. അവളുടെ അമ്മുമ്മയെ കണ്ടെത്തുന്നതുവരെ അവൾക്ക് കൂട്ടിരിക്കണം. ഒരു സുന്ദരിക്ക് കൂട്ടിരിക്കുക. 2-3 മണിക്കൂർ മാത്രമാണെങ്കിലും. ഇതിലും നല്ല ജോലി എന്തുണ്ട്? ഈ ജോലി പത്രത്തിൽ പരസ്യപ്പെടുത്തിയാൽ വന്നെത്തുന്ന അപേക്ഷകരുടെ ക്യൂ എൻ്റെ വാടക വീട്ടിലേക്കുള്ള ഇടവഴി പോലെ അനന്തദീർഘമായിരിക്കും. തോളിൽ നിന്നും വഴുതിപ്പോയ സാരി അവൾ മുകളിലേക്ക് വലിച്ചിട്ടപ്പോൾ ഞാൻ ആർത്തിയോടെ നോക്കി. എൻ്റെ അപകടത്തിന് ശേഷം ഞാൻ നഗ്നചിത്രമുള്ള മാസികകൾ വാങ്ങാറുണ്ടായിരുന്നു. മേനിക്കടലാസിൽ അച്ചടിച്ചു വരുന്ന വില കൂടിയ മാസികകൾ. മോഡേൺ മാൻ, കവേലിയർ, പ്ലേബോയ്, ടോപ്പർ, അങ്ങനെ പലതും. അവയിൽ കൂടി ഒരു മോഡലിൻ്റെ പടം വന്നിരുന്നു. ടെറി ഹിഗിൻസ്. എൻ്റെ കിടക്കറയിലും ടെറിയുടെ ഒരു പടം ചില്ലിട്ട് വച്ചിട്ടുണ്ട്. മറ്റ് പെണ്ണുങ്ങളുടെ വക്ഷസ് 35 മില്ലിമീറ്ററിൽ ഫിലിം ചെയ്യാവുന്നതാണ്. പക്ഷേ ടെറിക്ക് 70 mm തന്നെ വേണം. സാരി വഴുതിപ്പോയ നിലയിൽ ഇവളെ കണ്ടിരുന്നെങ്കിൽ ടെറിയുടെ പടം അതിൻ്റെ ഫ്രെയിം വിട്ട് കുതിച്ച് ആത്മഹത്യ ചെയ്തേനെ. എൻ്റെ അപകടത്തിന് മുൻപ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറി നടന്നേനെ. അന്ന് ഞാൻ സുന്ദരനായിരുന്നു. നാണം കുണുങ്ങിയായിരുന്നു. എൻ്റെ സ്വഭാവം പാലുപോലെ വെളുത്തതായിരുന്നു. നന്ദ്യാർ വട്ടത്തിൻ്റെ പൂ പോലെ പരിശുദ്ധമായിരുന്നു. അതുകൊണ്ട് ആണ് വിജയലക്ഷ്മിയുടെ കാമുകനായിരുന്നപ്പോൾ പോലും ഞാൻ ചുവട് തെറ്റാതെ നടന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ മാംസദാഹമുള്ളവനാണ്. ഈ മാറ്റം പണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്നെ ഒരു പെൺകുട്ടിയും നോക്കുകയില്ല. ആ നെടുമങ്ങാട്ടുകാരി പോലും എന്നെ കണ്ടാൽ ഓടിക്കളയും. ഇതാ എൻ്റെ മുമ്പിൽ എങ്ങു നിന്നോ ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മഹാലക്ഷ്മിയുടെ മുഖവും ടെറി ഹിഗിൻസിനെ വെല്ലുന്ന മാറിടവുമുള്ള ഒരു സുന്ദരി. അതിലെ കടന്നുപോയ കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ അവൾ എൻ്റെ കരിഞ്ഞ മുഖം കണ്ടതാണ്. എങ്കിലും അവൾ ഞെട്ടിയില്ല. എൻ്റെ വൈരൂപ്യം അവൾ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചുവെങ്കിലും ഭയന്നില്ല. അവളുടെ ശബ്ദം ഒരു താരാട്ട് പോലെ ആശ്വാസം പകർന്നു തരുന്നു. അവൾ ഒന്നിച്ച് കുറേ സമയം ചെലവാക്കാൻ സന്ദർഭം കിട്ടിയതൊരു ഭാഗ്യമാണ്. 10:30 മണിക്കാണ് തീവണ്ടി. ഉടൻ തീവണ്ടി ആപ്പീസിൽ പോകണോ? ബസ് കയറ്റി അയക്കാം. പക്ഷേ അവൾ സമ്മതിക്കാനിടയില്ല. എൻ്റെ പണം കൊണ്ട് ടിക്കറ്റ് ദുർവ്യാഖ്യാനം നടത്താവുന്ന ഒരു ക്ഷണമാണ് ഞാൻ നടത്തുന്നത്. അവൾ എന്തു പറയും? ഒറ്റയ്ക്ക് നടന്നാൽ ആരെങ്കിലും പിന്തുടർന്ന് വരുമെന്ന് ഭയപ്പെടുന്ന പെണ്ണാണ്. എവിടെ നടക്കാനാണ്? അവൾ ചോദിച്ചു, ഒരു ഭാവഭേദവും കാണിക്കാതെ. ഭാഗ്യം, അവൾ എന്നെ ശങ്കിക്കുന്നില്ല. ഞാൻ നല്ലയാളാണെന്ന് ആദ്യം തന്നെ സമ്മതപത്രം തന്നവളല്ലേ. ഞാൻ നല്ലവനായിരുന്നു കൊള്ളാം. എൻ്റെ മാംസദാഹത്തിൻ്റെ കരി നിൻ്റെ വെണ്മയിൽ പുരളാതെ കാത്തുകൊള്ളാം. എങ്കിലും നിൻ്റെ സാമീപ്യം കുറേ നേരത്തേക്കെങ്കിലും എനിക്ക് വേണം. മണിനാഥം പോലുള്ള നിൻ്റെ സംഭാഷണം എനിക്ക് കേൾക്കണം. നീ അനുകമ്പയുള്ളവളാണ്. എൻ്റെ ശോകത്തിൻ്റെ നീറ്റൽ അല്പസമയത്തേക്കെങ്കിലും കുറയട്ടെ. അനുകമ്പയുടെ ചന്ദനച്ചാറ് നീ പുരട്ടു. എങ്ങോട്ട് നടക്കാനാണ്? അവൾ വീണ്ടും ചോദിച്ചു. എൻ്റെ വീട്ടിലേക്ക് പോകാം, ഞാൻ പറഞ്ഞു. ശരി. ഞങ്ങൾ നടന്നു. മറ്റൊരു കാർ വെളിച്ചം പരത്തിക്കൊണ്ട് കടന്നുപോയി. എത്രയധികം തലമുടി അവളുടെ മുട്ടിന് താഴെ ഇറങ്ങിക്കിടക്കുന്നു.
എൻ്റെ പേര് ചോദിച്ചില്ലല്ലോ, അവൾ പറഞ്ഞു. പേര് മാത്രമല്ല മറ്റു പലതും ചോദിച്ചിട്ടില്ല. ഒരമ്മൂമ്മയുടെ കൂടെ ഇറങ്ങിത്തിരിച്ച സുന്ദരിയാണെന്ന് മാത്രമേ അറിയാവൂ. വഴിതെറ്റിയ പെൺകുട്ടികൾക്കും ഹാൻഡ് ബാഗ് നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്കും കൂട്ടിരിക്കാൻ തയ്യാറാവുന്ന നല്ല ശമരിയക്കാരനൊന്നുമല്ല ഞാൻ. എന്നെ പിടിച്ചു നിർത്തിയത് അവളുടെ സൗന്ദര്യമാണ്. ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും ചോദിപ്പിക്കാത്തത് ആ ലാവണ്യമാണ്. ഞാൻ നല്ലയാളാണെന്ന് എത്ര തവണ അവൾ ഉരുവിട്ടാലും ഞാൻ ചീത്തയാണ്, മാംസദാഹമുള്ളവനാണ്. എന്താ പേര്? രാഗിണി. ഏതാണ് സ്വദേശം? പഠിക്കുന്നുണ്ടോ? എവിടെ? അമ്മൂമ്മയെ കൂടാതെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്ങനെ എത്രയോ ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നു. ചോദിച്ചില്ല, ചോദിക്കാൻ തോന്നിയില്ല. 10:30 മണിക്ക് തീവണ്ടി കയറി പോകേണ്ട പെണ്ണാണ്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാനിടയില്ല. പിന്നെ അതുമിതും ചോദിക്കുന്നത് എന്തിന്? എൻ്റെ പേര് അവൾ ചോദിച്ചില്ല. എന്താണ് അങ്ങനെ? ഞാൻ തിരക്കി. എനിക്ക് പേരറിയാം, ശ്രീനിവാസൻ നല്ല പേര്. ആശ്ചര്യം തോന്നി. കണ്ടപ്പോൾ തന്നെ കോളേജ് അധ്യാപകനാണെന്നറിഞ്ഞു. പേര് പോലും അറിയാം. എങ്ങനെ അറിയാം? അറിയാം, അവൾ മന്ദഹസിച്ചു. ആ മന്ദഹാസത്തിൽ തെരുവുവിളക്കിൻ്റെ പ്രകാശം വീണപ്പോൾ എന്ത് ചന്തമായിരുന്നു. മുഖത്തിൻ്റെ ശ്രീ നഷ്ടപ്പെട്ട ശ്രീനിവാസനാണ്, ഞാൻ പറഞ്ഞു. അവളുടെ മന്ദഹാസം മാഞ്ഞുപോയി. അങ്ങനെ ഞാൻ പറയരുതായിരുന്നു. എൻ്റെ മുഖത്തെപ്പറ്റി അവൾ ഒന്നും ചോദിച്ചില്ല. മറ്റുള്ളവരെ പോലെ അവൾ ഞെട്ടിയില്ല. എൻ്റെ മുഖം ലോകത്തുള്ള അനേകം കോടി മുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമല്ലെന്നാണ് അവൾ കരുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ മുഖത്തിൻ്റെ ശ്രീ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്? ഞാൻ സ്വയം സഹതാപത്തിൻ്റെ ചെടിയിൽ പൂണ്ടു കിടക്കുന്നു. ബാൻഡേജ് അഴിക്കുന്നതിന് മുമ്പ് ആളുകളുടെ സഹതാപം എന്നെ ചൊടിപ്പിച്ചിരുന്നു. അന്ന് വരാനിരിക്കുന്ന വൈരൂപ്യത്തിൻ്റെ മുന്നോടിയായിരുന്നു സഹതാപം. വൈരൂപ്യം വന്നു കഴിഞ്ഞപ്പോൾ വായുവും വെള്ളവും പോലെ എനിക്ക് സഹതാപം ആവശ്യമായി തീർന്നു. അറിയാതെ ഞാൻ ചൂണ്ടയിടുന്നു സഹതാപം പിടിച്ചെടുക്കാൻ. എൻ്റെ മുഖം എങ്ങനെയിരുന്നാലെന്ത്? 10:30 മണിക്ക് തീവണ്ടി കയറി പോകേണ്ട പെണ്ണാണ്. ഞാനൊരു കബദ്ധമാണെങ്കിൽ പോലും അവൾക്ക് എന്താണ് ഛേദം? എന്നിട്ടും ഞാൻ ഒരു നാടകത്തിലെ കഥാപാത്രത്തെ പോലെ ചതുരവടിവിൽ പറഞ്ഞു കളഞ്ഞു. മുഖത്തിൻ്റെ ശ്രീ നഷ്ടപ്പെട്ട ശ്രീനിവാസനാണ്. കുറേ നേരത്തേക്ക് രാഗിണി ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവൾ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളിൽ തണുപ്പും ആശ്വാസവും പരത്തുന്ന ഒരു ലേപനം പുരളുന്നതായി തോന്നി. അങ്ങനെയൊന്നും പറയരുത്. മുഖത്തിൻ്റെ ശ്രീയും സൗന്ദര്യവുമൊക്കെ ഒരു തരം തോന്നലാണ്. മുഖത്തിന് മാത്രമാണ് സൗന്ദര്യം. എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എന്താണ് രാഗിണി പറയുന്നത്? എൻ്റെ മുഖം വിരൂപമല്ലെന്നോ? മുഖമില്ലെങ്കിൽ പോലും എനിക്ക് സൗന്ദര്യമുണ്ടെന്നോ? എന്നെ സഹായിക്കാൻ തയ്യാറായില്ലേ? അതിൽ സൗന്ദര്യമുണ്ട്. നല്ല മനസ്സുള്ളവർ സുന്ദരന്മാരാണ്, അവൾ പിന്നെയും പറഞ്ഞു. ഓ, മനസ്സിൻ്റെ സൗന്ദര്യം ആർക്ക് വേണമത്? പെൺകുട്ടികൾ മനസ്സിൻ്റെ സൗന്ദര്യം തേടിയാണോ നടക്കുന്നത്? എങ്കിൽ ഏറ്റവും അധികം കാമുകിമാർ മഹാത്മാഗാന്ധിക്കുണ്ടാകുമായിരുന്നു. മനസ്സിൻ്റെ സൗന്ദര്യം പോലും. മനസ്സിൻ്റെ സൗന്ദര്യം ഉള്ളവരെ മാറി നിന്ന് തൊഴാൻ കൊള്ളാം. വേണമെങ്കിൽ അവരുടെ കാലിൽ തൊട്ട് നമസ്കരിക്കാം. പക്ഷേ അവരെ ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും കൊള്ളുകയില്ല. വിജയലക്ഷ്മിയെ പിടിച്ചു നിർത്താൻ മനസ്സിൻ്റെ സൗന്ദര്യത്തിന് കഴിഞ്ഞില്ലല്ലോ. വനജ ആ ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് കയറുന്ന വഴിയിൽ വെച്ച് എന്നെ നോക്കി സന്മാർഗി എന്നാട്ടിയപ്പോൾ അവൾ മനസ്സിൻ്റെ സൗന്ദര്യത്തെ പറ്റിയല്ല ആലോചിച്ചത്. ശരീരത്തിലാണ് കാര്യം. അതിന് തൊലി വേണം. ആ തൊലി വെളുത്തിരിക്കണം, തുടുത്തിരിക്കണം. മനസ്സ് എങ്ങനെ ഇരുന്നാലും വേണ്ടില്ല, മനസ്സ് കാണാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ടാണ് ആ വാഴക്കൂട്ടത്തിൻ്റെ പിന്നിലുള്ള വീട്ടിലേക്ക് ആളുകൾ മടിശീലയുമായി ചെല്ലുന്നത്. ഞങ്ങൾ പിന്നെയും നടന്നു, ഒന്നും മിണ്ടാതെ. ഞാൻ മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ ഒന്നു മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിൻ്റെ സൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ തന്നെ കാണാൻ കാശിന് കൊള്ളുകയില്ല എന്ന് തന്നെ. അങ്ങനെ അവൾ എന്തിനു പറഞ്ഞു? ഒന്നും പറയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. 2 മണിക്കൂർ നേരം ഞാൻ അവളുടെ സൗന്ദര്യം മാറി നിന്ന് നുകരുകയും എന്നെ തന്നെ മറക്കുകയും ചെയ്തേനെ. ഇനി അത് വയ്യ. എൻ്റെ മുഖം 1000 കണ്ണാടികൾ പ്രതിഫലിച്ച് നിൽക്കുന്നു. ഇടത് കവിളില്ലാത്ത, മൂക്ക് ചതഞ്ഞ, വലതുഭാഗത്തേക്ക് കോടിപ്പോയ ഒരു മുഖം. നെടുമങ്ങാട്ടുകാരി ഭാരതിക്ക് പേടിയുണ്ടാകുമെന്ന് ആ വാഴക്കൂട്ടത്തിലെ കിഴവി പറഞ്ഞതുപോലൊരു മുഖം. എന്താണ് ആലോചിക്കുന്നത്? രാഗിണി ചോദിച്ചു. ഓ, ഒന്നുമില്ല. ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വളഞ്ഞു പൊളഞ്ഞ ഇടവഴിയിലെത്തി. വളരെ ദൂരം പോകണോ? രാഗിണി ചോദിച്ചു. കുറേ നടക്കണം. പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഞാൻ അവിവാഹിതനാണ്, തനിച്ച് താമസിക്കുകയാണ്. ഞാനൊരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആരെങ്കിലും കണ്ടാൽ, വെറും പെണ്ണിനെയല്ല, ഒരു മോഹിനിയെ, ഞാൻ അവൾക്ക് കൂട്ടിരിക്കുകയാണെന്നും അല്പം കഴിഞ്ഞ് തീവണ്ടി ആഫീസിലേക്ക് പോകുമെന്നും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. നേരം വെളുക്കുമ്പോൾ കോളേജ് മുഴുവൻ ന്യൂസ് പരക്കും. ശ്രീനി സാർ ആൾ മോശമല്ല. വനജ പറയും. മിണ്ടാപ്പൂച്ച കലമുടച്ചു. അനന്തനെ വഴിയിൽ കാണുമോ? ചിലപ്പോൾ അയാൾ അൾസേഷൻ നായി എന്നിച്ച് വെറുതെ ഗേറ്റിനടുത്ത് നിൽക്കാറുണ്ട്. എന്നെ കാണുമോ? കണ്ടാൽ വല്ലതും ചോദിക്കുമോ? വഴിതെറ്റിപ്പോയ ബസ് കൂലിക്ക് കാശില്ലാത്ത ഒരു സുന്ദരിക്ക് ഞാൻ കൂട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അയാൾ പൊട്ടിച്ചിരിക്കും. മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയൊന്നും അയാൾ ചിന്തിക്കുകയില്ല. എൻ്റെ ഉദ്ദേശം ഒന്നു മാത്രമാണെന്നേ അയാൾ വിധിക്കൂ. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എങ്ങനെ ഈ വീട്ടിൽ തുടർന്ന് താമസിക്കും? അനന്തൻ്റെ ഭാര്യ കല്യാണിയമ്മ എന്നെപ്പറ്റി എന്തു വിചാരിക്കും? എൻ്റെ സന്മാർഗത്തെപ്പറ്റി ആരും കുറ്റം പറഞ്ഞുകൂടാ. എൻ്റെ സന്മാർഗത്തെപ്പറ്റി ആരും സംശയിച്ചുകൂടാ. എങ്ങനെയെങ്കിലും ആരും കാണാതെ വീട്ടിലെത്താൻ കഴിഞ്ഞാൽ തന്നെ അപകടങ്ങളുണ്ടാവാം.
എൻ്റെ നിയന്ത്രണം വിട്ടുപോയെന്ന് വരാം. വനജയെ ക്ലാസ് മുറിയിൽ വെച്ച് കടന്നു പിടിക്കണമെന്ന് എനിക്ക് തോന്നിയില്ലേ? എത്ര പ്രയാസപ്പെട്ടാണ് ഞാൻ എന്നെ നിയന്ത്രിച്ചത്. അത് നിറഞ്ഞ ക്ലാസ് മുറിയായിരുന്നു. എൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടെ ഒരു സുന്ദരി ഒന്നിച്ച് ഞാൻ 1 മണിക്കൂർ ചിലവാക്കിയാൽ എന്തും സംഭവിച്ചേക്കാം. എൻ്റെ മാംസദാഹം സംസ്കാരത്തിൻ്റെ നേർത്ത തോലും പൊളിച്ച് വെളിയിൽ ചാടാൻ നോക്കും. എൻ്റെ ഇടത് കവിളിൽ തോല് പൊളിച്ച് ചാടാൻ നോക്കുന്നത് പോലെ. കിടക്കറയിൽ തൂങ്ങുന്ന ടെറി ഹിഗിൻസ് എന്നെ എപ്പോഴും അലട്ടാറുണ്ട്. അവളുടെ നഗ്നമായ മാറിടം എൻ്റെ ചോരയ്ക്ക് ചൂടേറ്റാറുണ്ട്. അത് പടമാണ്. ഇല്ല, രാഗിണിയെ വീട്ടിൽ കൊണ്ടുപോയാൽ ഞാൻ തെറ്റ് ചെയ്തേക്കാം. ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ. എന്നെ വിശ്വസിച്ച് കൂടെ വരുന്ന കുട്ടിയാണ്. ഞാൻ നല്ലയാളാണെന്ന് സർട്ടിഫിക്കറ്റ് തന്ന പെണ്ണാണ്. ഇങ്ങനെ സഹതാപവും അനുകമ്പയും നിറഞ്ഞു നിൽക്കുന്ന സ്വരത്തിൽ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. എൻ്റെ മുഖം കണ്ടാൽ ലോകം മുഴുവനും ഞെട്ടുന്നു. എങ്കിലും ഇവൾ ഞെട്ടിയില്ല. പാടില്ല. ഞാൻ വീട്ടിൽ പോയിക്കൂടാ. പെട്ടെന്ന് എന്തോ കണ്ടുപിടിക്കുന്നത് പോലെ ഞാൻ വാച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, നേരം എത്ര വൈകിയിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ചെന്നിരുന്നാൽ ഇനിയും വൈകും. അമ്മുമ്മ ഇപ്പോൾ തന്നെ പരിഭ്രമിച്ച് തുടങ്ങി കാണും. നമുക്ക് മടങ്ങാം. തീവണ്ടി ഓഫീസിലേക്ക് പോകാം. എത്ര മണിയായി? 9:30 ആവുന്നു. അതെ, നേരമായി. തീവണ്ടി ഓഫീസിലേക്ക് 3-4 മൈൽ ദൂരമുണ്ട്. ഞാനൊരു ടാക്സി വിളിക്കാം. അയ്യോ, അതൊന്നും വേണ്ട, നമുക്ക് നടക്കാം. സാരമില്ല, ഞാൻ ടാക്സി വരുത്താം. രാഗിണി ഏതാനും നിമിഷങ്ങൾ മൗനം പൂണ്ടു നിന്നു. ടാക്സിക്കൂലിയെപ്പറ്റി ചിന്തിക്കുകയാണോ? ഞാൻ കൂലി കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അത് ശരിയല്ലെന്ന് കരുതുന്നുണ്ടാവും. വേണ്ട, അവൾ കൊടുത്തുകൊള്ളട്ടെ. അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കാമല്ലോ. പക്ഷേ ചെന്നിറങ്ങുമ്പോൾ അമ്മുമ്മയെ കണ്ടില്ലെങ്കിലോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അവർ എപ്പോഴും ചുറ്റിത്തിരിയുകയാണെങ്കിലോ? എന്താണ് രാഗിണി ആലോചിക്കുന്നത്? ഞാൻ നടന്നു പോകാം. അപ്പോൾ ഞാനും നടക്കണ്ടേ? അവൾ മിണ്ടിയില്ല. ഞാൻ നല്ലയാളാണെന്നല്ലേ രാഗിണി പറഞ്ഞത്? അതെ. പിന്നെ ഞാൻ ടാക്സി വരുത്തിയാലെന്താ? അയ്യോ, വെറുതെ. എൻ്റെ പണം ചെലവാക്കുമെന്നാണോ? മറുപടിയില്ല. അപ്പോൾ രാഗിണി എന്നെ തെറ്റിദ്ധരിക്കുന്നു, ഞാൻ ചീത്തയാണെന്ന്. അയ്യോ ശ്രീനി, അങ്ങനെയൊന്നും പറയരുത്. ഒരിക്കലും ഞാനങ്ങനെ വിചാരിച്ചതേയില്ല. എൻ്റെ ഓരോ തരിയിലും ആനന്ദം കടന്നു വന്നു. എന്നെ അവൾ ശ്രീനി എന്ന് വിളിച്ചിരിക്കുന്നു. ഒരാൾ മാത്രമേ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ, ചന്ദ്രശേഖരൻ. മറ്റൊരാൾ കൂടി വിളിച്ചിരിക്കുന്നു, വിജയലക്ഷ്മി. ബാക്കി എല്ലാവർക്കും ഞാൻ ശ്രീനിവാസനാണ്, അല്ലെങ്കിൽ ശ്രീനി സാറാണ്. രാഗിണിക്ക് എന്നോട് അനുകമ്പ തോന്നുന്നു. അതിനുമപ്പുറമുള്ള വല്ല വികാരവും അവൾക്കുണ്ടോ? അങ്ങനെ സങ്കല്പിക്കാൻ തക്കവണ്ണം ഒന്നും നടന്നില്ലല്ലോ. എങ്കിലും അവൾ എന്നെ അടുത്ത് പരിചയമുള്ള പോലെ സംബോധന ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു അന്യനാണെന്ന് കരുതുന്നെങ്കിൽ? ഇല്ല, അങ്ങനെ കരുതുന്നില്ല. എങ്കിൽ ടാക്സി വരുത്താം. ബസ് പോരെ? ഇനി ബസ് കിട്ടുന്ന കാര്യം സംശയമാണ്. ഞാൻ ടാക്സിക്കാരുകൾ വരുന്നോ എന്ന് നോക്കി. ഇല്ല. അടുത്തൊരു പെട്രോൾ ബങ്കുണ്ട്. അവിടെ 1-2 കാറുകൾ സാധാരണ കാണാം. ഞാൻ അങ്ങോട്ട് നടന്നു. ഭാഗ്യം, ഒരു കാറുണ്ടായിരുന്നു. ടാക്സിയിൽ രാഗിണി കയറി പിന്നിൽ. ഞാൻ കയറാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തനിച്ചു പോയിക്കോളാം. കാറിലാണല്ലോ. സാരമില്ല, ഞാനും വരാം. വേണ്ട ശ്രീനി, വീണ്ടും അങ്ങനെ വിളിക്കുന്നു. ഇല്ല, ഞാനും വരുന്നു. ഞാൻ കയറി മുൻസീറ്റിൽ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അവൾ എന്നെ 2 തവണ ശ്രീനി എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വിശകലനം ചെയ്യുകയായിരുന്നു. കാർ നിന്നു. റെയിൽവേ സ്റ്റേഷൻ ക്ലോക്കിൽ ഞാൻ നോക്കി. 10 അടിക്കാൻ 10 മിനിറ്റ്. രാഗിണി ഇറങ്ങി. ഇന്ന് ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? അറിഞ്ഞുകൂടാ. ഇനി ഒരിക്കൽ പോലും നാം തമ്മിൽ കണ്ടില്ലെങ്കിലും ഞാൻ ഒരു കാലത്തും രാഗിണിയെ മറക്കുകയില്ല. എന്നോട് എത്ര സഹതാപത്തോടെയാണ് പെരുമാറിയത്. ഒന്നും മറുപടി പറയാതെ അവൾ എന്നെ നോക്കി നിന്നു. ആത്മാവിൻ്റെ അടിയോളം എത്തുന്ന നോട്ടം. സാർ ഇറങ്ങുന്നില്ലെങ്കിൽ തിരിച്ചു കൊണ്ടാക്കാം. നേരെ ബങ്കിലേക്ക് പോവുകയാണ്, ഡ്രൈവർ പറഞ്ഞു. ഓ. രാഗിണി റെയിൽവേ സ്റ്റേഷൻ്റെ പടികളിൽ നിന്നുകൊണ്ട് കൈവീശി കാണിച്ചു. ഞാനും കൈവീശി. വീട്ടിലെത്തി. കിടക്കറയിൽ കയറി. ഭിത്തിയിൽ നിന്നും ടെറി ഹിഗിൻസ് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. അപ്പോൾ തോന്നി, രാഗിണിയെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എങ്ങനെ അവസാനിക്കുമായിരുന്നു. ടെറി ഹിഗിൻസിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഞാൻ കണ്ണാടിച്ചില്ലിൽ തലോടി. എന്തിനാണ് ഭ്രാന്താശുപത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നത്? ഇന്ന് രാവിലെ ഞാൻ വരാന്തയിൽ നിൽക്കുമ്പോൾ ഡോക്ടറുടെ മുറിയിൽ നിന്നും 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി വരുന്നത് കണ്ടു. ഒരു സർക്കിൾ ഇൻസ്പെക്ടറും ഒരു സബ് ഇൻസ്പെക്ടറും. സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു തകർപ്പൻ മീശയുണ്ട്. ചെമ്മരിയാടിൻ്റെ കൊമ്പ് പോലെ പിരിച്ചു വച്ചിരിക്കുന്നു. മീശയുടെ അറ്റത്തിന് കനം കുറച്ച് അല്പം കൂടി മുകളിലേക്ക് പിരിച്ചു കയറ്റി വെച്ചാൽ അയാൾക്ക് സർറിയലിസ്റ്റ് ചിത്രകാരൻ ഡാലിയുടെ ഛായ കിട്ടും. കുറെ കൂടി മെഴുക് ചിലവാക്കണമെന്ന് മാത്രം. സർക്കിൾ ഇൻസ്പെക്ടർ എന്നെ തുറച്ചു നോക്കി. ഞാനൊരു കൗതുക വസ്തുവാണെന്ന മട്ടിൽ. എന്താണ് അയാൾ അങ്ങനെ നോക്കുന്നത്? ഡോക്ടറോട് എന്തിനെപ്പറ്റിയാണ് അയാൾ സംസാരിച്ചത്? രാഗിണിയെപ്പറ്റി വല്ലതും? ഹേയ്, അതാവില്ല. രാഗിണിയെപ്പറ്റി എന്ത് സംസാരിക്കാനാണ്? പക്ഷേ ആളുകൾ പറയുന്നു രാഗിണി മരിച്ചെന്ന്. ആളുകൾ എന്തെങ്കിലും തട്ടിമൂളിച്ചാൽ പോലീസുകാർ മണത്തെത്തും. എന്ത് കെട്ടുകഥയും അവർ വിശ്വസിക്കും. അങ്ങനെ വല്ലതും? എന്നെ കടന്നു പോയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നും ചോദിച്ചില്ല. അല്പം കഴിഞ്ഞ് ആശുപത്രി സൂപ്രണ്ട് എൻ്റെ മുറിയിൽ വന്നു. മേശപ്പുറത്ത് പരന്നു കിടന്ന കടലാസുകൾ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുറേയേറെ എഴുതിയെന്ന് തോന്നുന്നല്ലോ. ഇനിയും എത്രയോ എഴുതാൻ കിടക്കുന്നു ഡോക്ടർ. എഴുതണം. എൻ്റെ മുതുകിൽ തട്ടിയ ശേഷം അദ്ദേഹം പോയി. എത്രയോ എഴുതാൻ കിടക്കുന്നു, എല്ലാം എഴുതണം.
ഒന്നും വിടാതെ എങ്കിലേ എനിക്ക് ആശ്വാസം കിട്ടൂ. അനുകമ്പ അവസാനിക്കുകയും സ്നേഹം ആരംഭിക്കുകയും ചെയ്യുന്നത് എവിടെ വെച്ചാണ് അറിഞ്ഞുകൂടാ. പക്ഷേ അനുകമ്പ സ്നേഹമായി രൂപാന്തരപ്പെടാറുണ്ട്. കുറ്റങ്ങളും കുറവുകളും എത്രയുണ്ടെങ്കിലും അനുകമ്പ അവയ്ക്കൊക്കെ മറപിടിക്കും. സ്നേഹത്തിൻ്റെ വിത്ത് അപ്പോഴല്ലേ പൊട്ടിവിടരുന്നത്. രാഗിണി എന്നോട് അനുകമ്പ കാണിച്ചു. എൻ്റെ മുഖം അവളെ നടുക്കിയില്ല. എന്തുകൊണ്ടാണ് അനുകമ്പ കാണിച്ചത്? ഞാനൊരു കോളേജ് അധ്യാപകനാണെന്ന് അവൾക്ക് ആദ്യം തൊട്ടേ അറിയാം. എൻ്റെ പേര് പോലും അറിയാം. അതെങ്ങനെ? യക്ഷിയല്ലേ, എല്ലാം അറിയാൻ കഴിയും. എങ്കിലും അന്ന് അവളെ ഞാൻ സംശയിച്ചിരുന്നില്ല. ടെറി ഹിഗിൻസിനെ പോലെ മാംസം കൊണ്ട് തീർത്ത ഒരു സുന്ദരിയായിരുന്നു അവൾ. തീവണ്ടി ആപ്പീസിൽ അവളെ കൊണ്ടാക്കിയ ശേഷം ഉണർന്നിരിക്കുമ്പോഴെല്ലാം എനിക്ക് അവളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. ഇനിയും കാണാനൊക്കുമോ? എന്നെ ശ്രീനി എന്ന് അവൾ വിളിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ നല്ലവനാണത്രേ. അനുകമ്പ സ്നേഹമായി മാറുമോ? അങ്ങനെ ദിവസങ്ങൾ നീങ്ങി. ഒരു ദിവസം ഒരു കത്ത് വന്നു. ഇടത്തോട്ട് ചരിച്ച് എഴുതിയിട്ടുള്ള മേൽവിലാസം കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് വേഗം കൂട്ടി സ്പന്ദിച്ചു. അത് രാഗിണിയുടേതാണെന്ന് തുറക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നി. എൻ്റെ തോന്നൽ ശരിയായിരുന്നു. ആ കത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നീലക്കടലാസിൽ എഴുതിയ ഒരു കത്ത്. പ്രിയപ്പെട്ടവരെ, അവതരണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതിനും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാനും വേണ്ടി എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഓരോ ലൈക്കും അഭിപ്രായങ്ങളും വിമർശനങ്ങളും എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും കൂട്ടുകാർക്ക് എല്ലാവർക്കും വിടാം.